16/3/2024 സർക്കാരിന്റെ മുമ്പിൽ, മന്ത്രിയുടെ മുമ്പിൽ ഇത് വന്നപ്പോൾ ജലലഭ്യത സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ട് തിരിച്ചയച്ചു റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ട് എക്സൈസ് കമ്മീഷണർ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 16/1 അനുമതി കൊടുത്തിട്ടുള്ളത്. അതായത് പാലക്കാട് നഗരത്തിന് മാത്രം വേണ്ട വെള്ളത്തിന്റെ 1.1% മാത്രമാണ് ഈ പ്ലാന്റിന് ആവശ്യമായി വരുന്ന വെള്ളം. ബ്രൂവറി വിവാദത്തിൽ പച്ചക്കള്ളം പറയുന്നത് ആരാണ്? ടെൻഡറിൽ അഴിമതിയുണ്ടെന്ന് പറയുന്ന പ്രതിപക്ഷമോ? അനുമതിക്കായി ടെൻഡർ വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന മന്ത്രിയോ? മദ്യനയം മാറ്റിയത് സർക്കാർ ആരെയും അറിയിച്ചില്ലെന്ന് പറയുന്ന വി.ഡി. സതീശനോ? 2022-23 മദ്യനയത്തിൽ എല്ലാം വ്യക്തമാണെന്ന് പറയുന്ന എം.ബി. രാജേഷോ? മഴനിഴൽ പ്രദേശത്തിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാകുമെന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയാണോ? അതോ ഒരു തുള്ളി ഭൂഗർഭജലം പോലും ഉപയോഗിക്കില്ല എന്ന് പറയുന്ന സർക്കാരോ? പ്രതിപക്ഷം പറയുന്നത് അന്യസംസ്ഥാന സ്പിരിറ്റ് ലോബിക്ക് വേണ്ടി എന്ന് പറയുന്ന എക്സൈസ് മന്ത്രിയാണോ? എം.ബി. രാജേഷിന് ഇതിൽ വ്യക്തി താല്പര്യമുണ്ടെന്ന് പറയുന്ന പ്രതിപക്ഷമാണോ? CPMന്റെ ഏകപക്ഷീയ തീരുമാനമോ എതിർക്കാൻ കാരണമില്ലാതെ ഘടകകക്ഷിയെ ചാരി രക്ഷപ്പെടുന്ന കോൺഗ്രസ് ആണോ? പച്ചക്കള്ളം പറയുന്നത് ആരാണ്? പരിശോധിക്കുന്നു ഈ ഒരു മണിക്കൂർ. സ്വാഗതം. CPM നേതാവ് VK സനോജ്, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, BJP നേതാവ് അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ MK ഹരിദാസും ഈ ചർച്ചയിൽ ചേരുന്നു. ആദ്യം അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, ഘടകകക്ഷികൾക്ക് പോലും എതിർപ്പുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. CPI ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്ന് മന്ത്രി വ്യക്തമാക്കിയതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനയോ പരസ്യ പ്രസ്താവന അതിനു മുൻപോ CPIയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. CPI മന്ത്രിമാർ ഏത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന സംബന്ധിച്ചുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. JDS ആണ് ഈ ഒറ്റ മണിക്കൂറിൽ വരുന്നത്. JDSൽ മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞതുപോലെ എല്ലാം എതിർത്താൽ എങ്ങനെ ഇവിടെ വ്യവസായം വരുമെന്നതിനൊപ്പമാണ് പാർട്ടി നിൽക്കുന്നത് എന്നുള്ള വിവരമാണ് ഈ പുറത്തേക്ക് വരുന്നത്. അതൃപ്തി അവസാനിച്ചിരിക്കുന്നു. ഘടകകക്ഷികൾക്ക് പോലും പരസ്യമായി എതിർക്കാൻ ഒന്നുമില്ല എന്ന് വ്യക്തമാകുന്നിടത്ത് പൊളിയുകയാണോ കോൺഗ്രസ്? പൊളിയുകയാണോ പ്രതിപക്ഷം? ഒരു പൊളിക്കലുമില്ല. അത് MB രാജേഷിന്റെ മനക്കോട്ട മാത്രമാണ്. കഴിഞ്ഞ ദിവസം CPIയുടെ മുഖപത്രത്തിൽ സത്യൻ മൊകേരി, ആരാണ് സത്യൻ മൊകേരി എന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഈ MB രാജേഷും സഹാവ് പിണറായി വിജയനുമൊക്കെ വയനാട്ടിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കുമ്പോൾ ഇതുപോലൊരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റിനെ കിട്ടാനില്ല എന്ന് പറഞ്ഞ് ഈ ബാലൻ സഹാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ സഹാവ്, കോമ്രേഡ് ആയിട്ടുള്ള ആളാണ് സത്യൻ മൊകേരി. എനിക്ക് അതിൻ്റെ അകത്ത് എതിരഭിപ്രായമൊന്നുമില്ല, അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമുണ്ട്, അഴിമതിയുടെ കറയല്ല അഴിമതിയുടെ മറയെങ്കിലും ഉണ്ടെങ്കിൽ ആ പദ്ധതിയുമായി മുമ്പോട്ട് പോകരുതെന്ന് CPIയുടെ മുഖപത്രത്തിൽ കൃത്യമായി സത്യൻ മൊകേരി പറയുന്നുണ്ട്. ആ മുഖപത്രത്തിലെ എഡിറ്റോറിയൽ ലേഖനം പിൻവലിക്കാൻ CPIയെ കൊണ്ട് പിൻവലിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുമോ? കഴിഞ്ഞ ദിവസം പോയി CPI നേതാക്കളെ മുഴുവൻ MB രാജേഷ് കണ്ടല്ലോ, എന്നിട്ട് ആ ലേഖനം ഇന്ന് പുറത്തു വരാതിരുന്നില്ലല്ലോ. ഇനി അങ്ങ് പറഞ്ഞതുപോലെ JDS വലിയ പ്രതിഷേധമുണ്ടാക്കുന്നുണ്ടല്ലോ. വരും ദിവസങ്ങളിൽ ഇനി ആ മുന്നണിക്കുള്ളിലെ പലരും വെളിയിലേക്ക് വരും. ഞങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ, ഈ മുന്നണിയിൽ ഇത് CPMൽ പോലും ആരും അറിയാതെ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പ്രതിഷേധം തീർന്നു. വസന്ത് ഇപ്പോൾ വരുന്നത് വസന്ത് JDSന്റെ പ്രതിഷേധം തീർന്നു എന്നാണ് ഈ മണിക്കൂറിൽ വരുന്ന വാർത്ത. K. കൃഷ്ണൻകുട്ടി തുടരും. ഈ പരാതികളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകും. അതായത് K. കൃഷ്ണൻകുട്ടി പറഞ്ഞടത്ത് നിൽക്കുകയാണ് പാർട്ടി. ആ അതിർത്തി മാറിയെന്നാണ് ഈ മണിക്കൂറിൽ വരുന്ന തീരുമാനമൊക്കെ. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഈ എന്താണ് പറയുന്നത്, വേട്ടയാടിയ ഭക്ഷണം പങ്കുവയ്ക്കുമ്പോൾ നരികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നീ ഇത്രയും വേട്ടയാടിയെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞത് ചെറിയ അലമ്പുണ്ടാക്കും. അപ്പൊ കുറച്ച് അപ്പകഷ്ണം ഇട്ട് കൊടുത്താൽ ആ പ്രശ്നം തീരും. അത്രേ ഉള്ളൂ JDSന്റെ ഒക്കെ പ്രശ്നം. ആത്യന്തികമായ പ്രശ്നം അപ്പകഷ്ണം ഇട്ടുകൊടുത്താൽ പ്രശ്നം തീരുന്ന ഘടകകക്ഷികളെ ചാരിയാണോ നിങ്ങൾ ഈ പ്രതിഷേധം ഉണ്ടാക്കുന്നത്? ഈ തുടങ്ങുമ്പോഴേ ഇത് പൊളിയില്ലേ? അല്ലല്ലോ, ഞങ്ങൾ ഒന്നും വ്യക്തമായി പറയാത്ത CPIയിലാണ് ഉറ്റുനോക്കുന്നത്. വെള്ളത്തിന്റെ
ആരെയും ഉറ്റുനോക്കുന്നില്ല. ഞങ്ങൾ ഉറ്റുനോക്കുന്നത് 6 വർഷം മുമ്പ് ഇതുപോലൊരു പ്രശ്നം ഉയർന്നു വന്നപ്പോൾ അന്ന് വിമർശനവുമായി വന്ന് ഈ സർക്കാരിന്റെ തന്നെ തീരുമാനത്തെ 6 വർഷം മുമ്പ് U-turn അടിപ്പിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ഇന്ന് ഈ വിഷയം ഉയർന്നു വന്ന ദിവസം തൊട്ട് ഇന്ന് വരെ അതിനെ ഫോളോ അപ്പ് ചെയ്ത് അടിക്കടി സർക്കാരിന്റെ ഓരോ അവിശുദ്ധ ബന്ധങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെയും ഞങ്ങൾക്ക് താഴേക്കുള്ള യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് KSUക്കാരെയുമാണ്. അല്ല ഞങ്ങൾ CPI കണ്ടിട്ടോ JDS കണ്ടിട്ടോ സമരത്തിന് ഇറങ്ങി പുറപ്പെടുന്നവരല്ല. നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ അന്ത്യസമയത്ത് ഇവർ സെറ്റിൽ ചെയ്തു. ഞങ്ങൾ പറഞ്ഞത് CPM നേതാക്കൾ പോലും അറിഞ്ഞിട്ടില്ല. CPMന്റെ സംസ്ഥാന സെക്രട്ടറി പോലും അറിഞ്ഞിട്ടുണ്ടോ എന്നത് പരിശോധിക്കണം. MP രാജേഷും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ഡീലാണ്. ആ ഡീൽ എവിടെ വെച്ച് നടന്നു, ആ ഡീലിൽ എത്ര രൂപ കിട്ടി എന്നുകൂടി പറഞ്ഞാൽ മതി. ഇവർ പറയുന്നത് എന്താ, മദ്യനയം മാറിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? മദ്യനയം മാറിയത് അപർണ അറിഞ്ഞിരുന്നോ? നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? ഇനി ആ നയം മാറിയത് ഇവർ നോട്ടീസ് അടിച്ചിറക്കിയെന്നിരിക്കട്ടെ, ദേശാഭിമാനിയിലും കൈരളിയിലും പരസ്യം കൊടുത്തു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും മദ്യനയം മാറി എന്ന് ഇവർ പറയുന്ന സമയത്തിന് മുമ്പ് എങ്ങനെയാണ് ഈ ഒയാസിസ് പാലക്കാട് സ്ഥലം മേടിക്കുന്നത്, 25 ഏക്കർ സ്ഥലം സ്കൂൾ പണിയാനാണ് എന്ന് പറഞ്ഞ്, രണ്ടാമത് ഇപ്പോൾ അങ്ങയുടെ തന്നെ ഇൻട്രോയിൽ അങ്ങ് പറഞ്ഞില്ലേ, പ്രതിപക്ഷ ആരോപണം അന്യസംസ്ഥാന എന്താണ് പറയുന്നത്, മദ്യലോബികളെ സഹായിക്കാനാണത്രേ. ഈ ഒയാസിസ് പിന്നെ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ജനിച്ചു വളർന്നവരാണല്ലോ. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇവർക്കെതിരെ 2 സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട കേസുണ്ട്. ഒന്ന് ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഈ ഒയാസിസിന്റെ ഡയറക്ടറാണ് ഈ കോഴപ്പണം കൈമാറിയെന്ന ആരോപണത്തിൽ അന്വേഷണത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. ഇതേ ഒയാസിസ് ആണ് ഹരിയാനയിൽ 4 കിലോമീറ്റർ ഇവരുടെ ഫാക്ടറിയിൽ നിന്ന് 4 കിലോമീറ്റർ ബോർവെല്ലിലൂടെ ഈ പറയുന്ന വേസ്റ്റ് മാലിന്യം തള്ളി അതേ 4 കിലോമീറ്ററുള്ള ഭൂഗർഭജലം മലിനമാക്കി എന്ന പേരിൽ അന്വേഷണം നേരിടുന്നത്. അവർക്ക് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു അവിടുത്തെ ഗവൺമെന്റ്. ഇങ്ങനെ കുപ്രസിദ്ധിയുള്ള ഇപ്പം MP രാജേഷ് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിലും അതിനുശേഷം മാധ്യമങ്ങളുടെ മുമ്പിലും വന്ന് ന്യായീകരിക്കുന്നത് പോലെ ഇതൊരു സുന്ദര കുട്ടപ്പനായ കമ്പനിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അത് അപ്പാടെ വെള്ളം കുടിച്ചിറക്കുന്ന പോലെ ഇറങ്ങണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ AKG സെന്ററിലെ പഠന ക്ലാസ്സിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ നമ്മളൊന്നും അരിയാഹാരം കഴിക്കുന്നവരാവരുത്. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങളിൽ അന്വേഷണം നേരിടുന്നത് വെറും അന്വേഷണമല്ല. ഒന്ന്, അവിടുത്തെ പരിസ്ഥിതിയെ മലിനീകരിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട അന്വേഷണം. 2, അവിടുത്തെ സർക്കാരിനെ സ്വാധീനിക്കാൻ അഴിമതി പണവുമായി പോയി അവിശുദ്ധ ബന്ധത്തിലൂടെ അവിടെ പലതും നേടിയെടുത്തു എന്നുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആരോപണം. ഈ ആരോപണം നേരിടുന്ന കമ്പനിയും ഇവരുടെ മദ്യനയം മാറുന്നു എന്നത് കവടി നിരത്തി ഇവർ ഒയാസിസ് കണ്ടുപിടിച്ചോ? അതോ കാണിപ്പയ്യൂരിനെ പോയി കണ്ടിട്ട് ചോദിച്ചോ ഇതാ ഈ LDFന്റെ മദ്യനയം മാറാൻ സാധ്യതയുണ്ടോ? അപ്പൊ കാണിപ്പയ്യൂർ പറഞ്ഞു ഒയാസിസിനോട്, നിങ്ങളൊരു കാര്യം ചെയ്യിഷ്ട, നിങ്ങൾ പോയി 25 ഏക്കർ സ്ഥലം മേടിച്ചിട്ടേക്ക്, ഇവന്മാർ അടുത്ത ദിവസം ഈ മദ്യനയം അങ്ങ് മാറ്റിക്കളഞ്ഞേക്കും എന്ന് പറഞ്ഞോ? അപ്പോൾ ഈ പറയുന്നത് തമ്മിൽ യാതൊരു പൊരുത്തവും MP രാജേഷിന്റെ വാക്കുകളിലില്ല. അഴിമതിയുടെ വെപ്രാളത്തിലാണ് രാജേഷ്. നോക്കൂ, ഈ ആരോപണം വന്ന് ഞങ്ങൾ പാർട്ടിയുടെ ഏറ്റവും അവസാനത്തെ പ്രവർത്തകനായ ഇതിലൊരു വിഷയം വസന്ത് തുടക്കത്തിൽ പറഞ്ഞത് ടെൻഡറിലാണ് പ്രശ്നമെന്ന് അതിനുശേഷം പിന്നീട് ഈ പറഞ്ഞ പോലെ ജലചൂഷണം എന്ന് പറയുന്നു, പിന്നീട് ഘടകകക്ഷികൾ എന്ന് പറയുന്നു. ഇപ്പോൾ ഇത് എത്തി നിൽക്കുന്നത് എവിടെയാണ്? ശരിക്കും പ്രതിപക്ഷം ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണ്? ഈ കമ്പനി ദുരൂഹമാണ് എന്നുള്ളതാണോ? അല്ല, ഞങ്ങൾ തുടക്കം ഇത് പറയുമ്പോൾ ഒരു മഞ്ഞുമലയുടെ അറ്റത്ത് മാത്രമാണ് ഞങ്ങൾ പിടിച്ചത്. പിന്നീട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഇത് വലിയൊരു കൂറ്റൻ അഗ്നിപർവ്വതമാണ്, അഴിമതിയുടെ അഗ്നിപർവ്വതമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഓരോ ദിവസവും മുമ്പോട്ട് പോകുമ്പോൾ അറിയുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയേണ്ടതായിട്ടില്ലേ? നോക്കൂ, ഞങ്ങളടക്കം ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ്. ഈ പാർട്ടിയുടെ ഏറ്റവും അവസാനത്തെ പ്രവർത്തകനായ വസന്ത് തെങ്ങുപള്ളി തൊട്ട് PCCയുടെ അധ്യക്ഷനായ K സുധാകരൻ വരെ ഉള്ളവർ ഒയാസിസിനെതിരെ കൂടിയല്ലേ ആരോപണം ഉന്നയിക്കുന്നത്. ഒയാസിസിന് മാനനഷ്ടമില്ലേ? ഒയാസിസ് എന്താ കേസ് കൊടുക്കാത്തത്? ഒയാസിസ് ഒരു വിശദീകരണം പോലും പറയുന്നില്ല അവർക്കെതിരെ വരുന്ന ആരോപണത്തിൽ. ഒയാസിസിന് യാതൊരു വിഷമവും ഇല്ല. പക്ഷെ ഒയാസിസിന് വേണ്ടി ചാടി ഇറങ്ങുന്നത് MP രാജേഷ് ആണ്. ഒയാസിസിന് വേണ്ടി പത്രസമ്മേളനം നടത്തുന്നത് MP രാജേഷ് ആണ്. അങ്ങേക്ക് അറിയാമോ, ഈ ആരോപണം വന്ന് 12ാമത്തെ മണിക്കൂറിൽ ചീഫ് സെക്രട്ടറി വിശദീകരണ കുറിപ്പ് കൊടുത്തു. ഏത് ചീഫ് സെക്രട്ടറി ആണെന്ന് അറിയാമോ? വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ തയ്യാറാവാത്ത, അടിയന്തരമായി മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കാൻ നോട്ടീസ് കൊടുക്കാൻ തയ്യാറാവാത്ത, ആ വിഷയത്തിൽ യാതൊരുവിധ ധൃതിയും കാണിക്കാത്ത ചീഫ് സെക്രട്ടറി പണ്ടൊന്നും കണ്ടിട്ടില്ലാത്തതുപോലെ ഉറഞ്ഞു തുള്ളി 12ാമത്തെ മണിക്കൂറിൽ വിശദീകരണം കൊടുക്കുക. ആർക്ക് വേണ്ടി? ഒയാസിസിന് വേണ്ടി. ഈ ചീഫ് സെക്രട്ടറിയാണോ ഒയാസിസിന്റെ PR മാനേജർ? ഈ MP രാജേഷ് ആണോ ഒയാസിസിന്റെ PR പണി ഏറ്റെടുത്തിരിക്കുന്നത്? ഞങ്ങൾ കൃത്യമായി ആരോപിക്കുന്നു, വളരെ കൃത്യമായി. മാനനഷ്ടത്തിന് കേസ് കൊടുത്തോളൂ ഞങ്ങൾക്കെതിരെ. പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ നിമിഷം
ഇവർ പണവും അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒയാസിസിനെ സെറ്റിൽ ചെയ്തു. അങ്ങനെ സെറ്റിൽ ചെയ്ത് എത്ര രൂപ എം പി രാജേഷിന് കിട്ടിയെന്നും എന്ത് ഡീലിന്റെ പുറത്താണ് എം പി രാജേഷും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞ്, രണ്ട് ദ്വന്ദ്ങ്ങൾ മാത്രം അറിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പ് പറഞ്ഞതുകൊണ്ട് അതൊന്നുകൂടെ പറയണം. പാലക്കാട് തെരഞ്ഞെടുപ്പ് ഈ ഒയാസിസുമായിട്ടുള്ള ബന്ധം കൂടിയാണ് പറയുന്നതെങ്കിൽ ഒന്നുകൂടെ പറയണം. അതൊരു പുതിയ ആരോപണമായിട്ട് പറയുകയാണെങ്കിൽ അതിലേക്ക് കൂടി. അതേ കാര്യം എന്താണെന്ന് വെച്ചാൽ 6 മാസം എം പി രാജേഷിന്റെ മേശപ്പുറത്ത് എന്തിരുന്നു? ഈ പറയുന്ന പേപ്പർ ഇരുന്നു ഒയാസിസിന്റെ കേസുമായി ബന്ധപ്പെട്ട്. 6 മാസത്തിന് ശേഷം അത് CMOയുടെ ഓഫീസിലേക്ക് എത്തുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിഗണനയിലേക്ക് എത്തുന്നതും ഇതേ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അങ്ങൊന്ന് അന്വേഷിച്ചാൽ മതി. വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ അഗ്നിപർവ്വതത്തിന്റെ എരിഞ്ഞു പോകുന്ന പല ഘട്ടങ്ങളും ഞങ്ങൾ എം പി രാജേഷിന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കൊടുത്തുന്നോ അതോ എന്താണ് പറഞ്ഞു വരുന്നത്? അത് പറയേണ്ടത് ഇവരാണ്. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 6 മാസം എം പി രാജേഷിന്റെ ഓഫീസിൽ ഇരുന്ന ഫയല് തെരഞ്ഞെടുപ്പ് സമയം ഏതോ ഒരു സമയം എന്നല്ലാതെ അത് തെരഞ്ഞെടുപ്പ് വസന്ത ആ തെരഞ്ഞെടുപ്പ് സമയം എന്ന് പറയുന്ന കോൺടസ്റ്റിന് അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞൂടെ? ഏതോ ഒരു സമയം 6 മാസം കഴിഞ്ഞത് കറക്റ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് അത് സാങ്ഷൻ ആയി എന്ന് പറയുന്നതിന് കാരണം അപർണ, ഞാൻ വളരെ ക്ലിയർ ആണ്. അതിൻ്റെ അകത്ത് ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നമില്ല. ഒന്ന്, അഴിമതി പണം മേടിച്ച് തന്നെയാണ് ഇത് സെറ്റിൽ ചെയ്തിരിക്കുന്നത്, ഈ അനുവാദം കൊടുത്തിരിക്കുന്നത്. അടിമുടി ദുരൂഹതയുണ്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ആ പണം ദുരുപയോഗം ചെയ്തു എന്ന് ഞങ്ങൾക്ക് ആരോപണമുണ്ട്. ഇല്ലെങ്കിൽ തെളിയിക്കട്ടെ, ഇല്ലെങ്കിൽ അന്വേഷണം പ്രഖ്യാപിക്കട്ടെ. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇവർ കോടികൾ ഒഴുക്കിയത് ഇതേ ഒയാസിസിന്റെ പണം കൊണ്ടാണ്. വസന്ത്, ഞാൻ പറയാം. ഒയാസിസിന്റെ പണമാണ് പാലക്കാട് ഇവർ ഒഴുക്കിയത്. അല്ലല്ല, ഒരു കാര്യം കൂടെ 10 സെക്കൻഡ് പറഞ്ഞ 10 സെക്കൻഡ് ക്ലാരിറ്റിയുള്ള ആരോപണം തന്നേക്കാം. അതായത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പാലക്കാടിന്റെ മണ്ണിൽ മദ്യം ഒഴുക്കാമെന്ന് പറഞ്ഞ് ഇവർ ഒയാസിസിൽ നിന്ന് പണം മേടിച്ച് കോടികൾ ഒഴുക്കി. ഇനി അതിന്റെ ക്ലാരിറ്റിയുടെ കുറവില്ലല്ലോ. ശരി, ഞാൻ തിരികെ എത്താം. CPM നേതാവ് VK സനോജ്, ആരോപണങ്ങൾ പലതാണ്. അതിൽ പ്രധാനമായിട്ട് ആദ്യം തന്നെ ഒയാസിസ് എന്ന് പറയുന്ന ദുരൂഹമായിട്ടുള്ള ഒരു കമ്പനി, ആ കമ്പനിക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ പ്രതിപക്ഷം നിരന്തരം ഉന്നയിക്കുമ്പോൾ ഒയാസിസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേസോ പ്രസ്താവനയോ ഒന്നും ഉണ്ടാകുന്നില്ല. ഒയാസിസിന് വേണ്ടി സംസാരിക്കുന്നതും വാർത്താ സമ്മേളനം വിളിക്കുന്നതും ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതെല്ലാം എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷാണ്. അത് എം പി രാജേഷും ഈ കമ്പനി ഇങ്ങോട്ട് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില കമ്മീഷൻ ഇടപാടുകൾ നടന്നു എന്നതിന് തെളിവാണ്. ഇനി രണ്ടാമത്തത് അത് ചെന്ന് നിൽക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം പറയുന്ന കാര്യം അതാണ്. ബാക്കി താങ്കളും കേട്ടതാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇതുപോലെയുള്ള കോടികൾ ഒഴുകാൻ അല്ലെങ്കിൽ ഇത്തരം ഒരു സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ സമയത്തേക്ക് ഈ കരാറ് സാങ്ഷൻ ആകാനുള്ള കാരണവും. ഒയാസിസ് എന്ന കമ്പനിക്ക് ചില ഷെയ്ഡി ക്യാരക്ടറുകൾ ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ് ആരോപിക്കുന്നത് മാത്രമല്ല, ഇത് ഡൽഹിയിലും പഞ്ചാബിലുമൊക്കെ ഈ സമരം നടക്കുന്നതുമായി ബന്ധപ്പെട്ടും പലരും പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ കമ്പനി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉത്തരം പറയേണ്ട ബാധ്യത സർക്കാരിന് ഉണ്ടാകുന്നുണ്ടോ? കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള പ്രതിപക്ഷ നേതാവ്, ഇവരുടെ മറ്റ് ചില വക്താക്കളൊക്കെ ആയിരുന്നില്ല ഇത് വലിയ രൂപത്തിൽ ഉന്നയിച്ചത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അപ്പോൾ ഇവരെല്ലാം ഉന്നയിച്ച ആരോപണങ്ങൾ നിങ്ങൾ അതിൻ്റെ നാൾ വഴി നോക്കണം. വെറുതെ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ട് ചർച്ചയിൽ വന്ന് പോകരുതല്ലോ. അപ്പോൾ ആദ്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണം എന്ന് പറഞ്ഞാൽ ഇതിന് ടെൻഡർ വിളിച്ചിട്ടില്ല എന്നായിരുന്നു. അതുതന്നെയാണ് നമ്മുടെ രമേശ് ചെന്നിത്തലയും ഉന്നയിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു വ്യവസായം നടത്താൻ വേണ്ടി ടെൻഡറിൻ്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഉയർന്നു വന്നപ്പോൾ മെല്ലെ ആ ആരോപണത്തിൽ നിന്നും തടിയൂരിപ്പോയി. പിന്നീട് അവർ പറഞ്ഞത് ഇത് പഞ്ചായത്തിൻ്റെ അനുമതി വേണ്ട വിധത്തിൽ വാങ്ങിയിട്ടില്ല എന്നായിരുന്നു. പക്ഷെ 1 വർഷം മുന്നേ തന്നെ പഞ്ചായത്തിനെ അറിയിക്കുകയും പഞ്ചായത്തിന് അനുവാദം കിട്ടുകയും ചെയ്തു എന്ന് കണ്ടപ്പോൾ ആ ആരോപണവും തൽക്കാലം അവർ മാറ്റിവെച്ചിരിക്കുകയാണ്. പിന്നെയുള്ള വാദം എന്താണ്? പിന്നെ അവിടെയുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ ഇളക്കി വിടാൻ വേണ്ടിയിട്ട് അവർ പ്രയോഗിച്ചത് ഭൂഗർഭജലം ഊറ്റി അവിടെയുള്ള ജനങ്ങളുടെ കുടിവെള്ളം മൊത്തം ഊറ്റി കൊണ്ടുപോകും എന്നാണ്. പക്ഷെ ഒരു തുള്ളി കുടിവെള്ളം, ഭൂഗർഭജലം അവിടെ നിന്ന് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നു. എം പി രാജേഷ് പത്രക്കാരെ കണ്ട് പറയുന്നു. അതോടെ ആ വാദവും പൊളിയുന്നു.
ഇപ്പൊ അവർ അവസാനം എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഇപ്പൊ അവസാനം എത്തി നിൽക്കുന്നത് ജനയുഗത്തിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതാകെ കുഴപ്പമാണ്, മുന്നണിയിൽ തന്നെ അഭിപ്രായ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇപ്പൊ ജനയുഗത്തിലെ ലേഖനത്തെ ചാരി മുന്നണിയിലെ ഒരു പാർട്ടിയെ ചാരിയിട്ട് ഇപ്പൊ ഇവർ ആരോപണം ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. എന്തൊരു ദയനീയ അവസ്ഥയാണ്. കേരളത്തിന് ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവ് മുന്നേ ഉണ്ടായിട്ടുണ്ടോ? പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനോ ജനങ്ങൾക്ക് മുന്നിൽ തെളിവ് അവതരിപ്പിക്കാനോ ഈ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല. ഇത് പറയുന്നത് ഇവരുടെ പാർട്ടിയിലെ തന്നെ കുറെ ആളുകൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെ തന്നെ മാറ്റണം എന്ന ആവശ്യം കുറെ ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ദയനീയം എന്നല്ലാതെ മറ്റെന്താ പറയാ? ഇവിടെ യഥാർത്ഥത്തിൽ എന്താ ഉണ്ടാവുന്നത്? 2003-2024 നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് മദ്യനയം അതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപർണ, അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് എന്താ പറയുന്നത്? സംസ്ഥാനത്തെ ഉപഭോഗത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും ഇവിടെ തന്നെ നിർമ്മിക്കാനുള്ള സംവിധാനം ഒരുക്കും എന്നും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുമെന്നും ആ മദ്യനയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊന്നും രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന കാര്യമല്ല. അപ്പൊ അതിന്റെ തുടർന്ന് എന്തുണ്ടാവണം? അതിന്റെ പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് കടക്കണം. അപ്പൊ അങ്ങനെ പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിക്ഷേപം ആകർഷിക്കപ്പെടും. അപ്പൊ നിക്ഷേപവുമായിട്ട് ആളുകൾ വരുമ്പോൾ അവരെ മുഖമടച്ച് കേരളത്തിൽ നിന്ന് പുറത്താക്കുന്ന, അവരോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന സമീപനമാണോ സ്വീകരിക്കേണ്ടത്? എന്താണ് ഒരുപറ്റം മാധ്യമങ്ങളും വലതുപക്ഷവും കുറച്ചാളുകളെല്ലാം ഇവിടെ പ്രചരിപ്പിച്ചത്? കേരളത്തിൽ വ്യവസായം നടത്താൻ കൊള്ളാത്തൊരു സ്ഥലമാണ്. കേരളത്തിൽ വ്യവസായം നടത്താൻ വേണ്ടി പണം മുടക്കാൻ ആരെങ്കിലും വന്നാൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം കേരളത്തിലില്ല, ആളുകൾ പുറത്തേക്ക് പോകുന്നു, അതിന്റെ ഭാഗമായിട്ട് ഇവിടെ തൊഴിലുണ്ടാവുന്നില്ല, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടു പോകുന്നു, ഇതിനൊക്കെ ഉത്തരവാദി ഇടതുപക്ഷമാണെന്നൊക്കെയല്ലേ ഇവിടെ പറഞ്ഞത്. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം വലിയ റാങ്കുമായിട്ട് മുന്നോട്ട് വരുന്നു. അപ്പൊ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റത്തെ കേരളത്തിലെ കക്ഷിരാഷ്ട്രീയതീതമായി ജനങ്ങളിൽ ഈ മന്ത്രിസഭയെക്കുറിച്ച്, ഈ ഗവൺമെന്റിനെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവുന്നു, തുടർ ഭരണം ഉണ്ടാവുന്നു. ഇത് കണ്ടിട്ട് അസ്വസ്ഥത കൊണ്ട് അങ്ങേയറ്റം നികൃഷ്ടമായ, അങ്ങേയറ്റം രാഷ്ട്രീയ പ്രേരിതമായ ഒരു തെളിവിന്റെയും പിൻബലമില്ലാതെ പെരും നുണകൾ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഈ നുണകൾ ഇങ്ങനെ പച്ചക്ക് തള്ളിവിടുമ്പോൾ ഇവര് പഴയ ചരിത്രത്തിൽ ഓർമ്മിക്കണ്ടേ? അവസാനം എന്താ പറഞ്ഞത്? വെള്ളം അല്ലേ, അവിടെ പാലക്കാട് ഡാമിൽ നിന്ന്, മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം ഊറ്റിക്കൊണ്ടുപോകുന്ന പറഞ്ഞത്. യഥാർത്ഥ ഇതിനാവശ്യമായ വെള്ളം എവിടുന്ന ഉണ്ടാക്കുന്നത്? ഇതിനാവശ്യമായ വെള്ളം കൊടുക്കുന്നത് കിൻഫ്രയാണ്. കിൻഫ്രയ്ക്ക് പ്രതിദിനം 10 ദശലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ആരുടെ ഗവൺമെന്റ് അവസന്റെ? ആരായിരുന്നു ആ തീരുമാനം എടുക്കുമ്പോൾ മുഖ്യമന്ത്രി? ആ തീരുമാനം എടുക്കുമ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയാണ്. വസന്ത് കോൺഗ്രസ് വക്താവായി ഇവിടെ ഇരിക്കുന്നു. ഉമ്മൻചാണ്ടി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് പ്രതിദിനം 10 ദശലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കണം എന്ന ധാരണ, അതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് ഉത്തരവുണ്ട്. എം പി രാജേഷ് ആ കാര്യങ്ങൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കിൻഫ്രയ്ക്ക് എന്തിനാ വെള്ളം കൊടുക്കുന്നത്? കിൻഫ്രയ്ക്ക് എന്തിനാ വെള്ളം കൊടുക്കുന്നത്? കിൻഫ്രയ്ക്ക് വെള്ളം കൊടുക്കുന്നത് ആ വ്യവസായ പാർക്കിൽ വരുന്ന വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കാണ്. അപ്പൊ കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന 10 ദശലക്ഷം ലിറ്റർ വെള്ളത്തിൽ നിന്ന് 0.5 ദശലക്ഷം ലിറ്റർ വെള്ളം മാത്രമാണ് ബ്രൂവറിക്ക് വേണ്ടത്, ഈ കമ്പനിക്ക് വേണ്ടത്. അപ്പോൾ കുടിവെള്ളത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? അതുമാത്രമല്ല, ഈ 0.5 എന്നത് പൂർണ്ണമായിട്ടും ഈ 10 ദശലക്ഷം ലിറ്റർ വെള്ളത്തിൽ നിന്ന് എടുക്കേണ്ടി വരില്ല. കാരണം 5 ഏക്കർ സ്ഥലത്ത് അവിടെ മഴവെള്ള സംഭരണി ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം കമ്പനിയുടെ പ്രപ്പോസൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ഇവര് പറഞ്ഞു അവിടെ മഴവെള്ള സംഭരണി, മഴവെള്ളം സംഭരിക്കാൻ കഴിയാത്ത ഒരു പ്രദേശമാണ്, അവിടെ അങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്ന് ഇവർ പ്രചരിപ്പിക്കുകയാണ്. അതിന് തൊട്ടടുത്ത് തന്നെ അഹല്യ ക്യാമ്പസ് ഉണ്ട്. അഹല്യ ക്യാമ്പസിൽ 5-6 ഏക്കറിൽ ഈ വെള്ളം ശേഖരിച്ച് ലിറ്റർ കണക്കിന് വെള്ളം അവിടെ ശേഖരിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്? ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇതുപോലെയുള്ള വ്യവസായങ്ങൾ വന്നാൽ ഇപ്പൊ GST വഴി മാത്രം ഒരു 300 കോടിയെങ്കിലും ഒരു വർഷം നമുക്ക് കിട്ടും. ഏതാണ്ട് 4000 കോടിയുടെ നിക്ഷേപമാണ് ഇവിടെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അപ്പൊ 4000 കോടി രൂപയുടെ സ്പിരിറ്റ് എല്ലാ വർഷവും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്നു. അപ്പൊ കേരളത്തിന്റെ നികുതി, കേരളത്തിന്റെ വരുമാനം അങ്ങോട്ട് പോകുന്നു. അപ്പൊ കേരളത്തിൽ യഥാർത്ഥത്തിൽ 4000 കോടിയുടെ ഈ വിദേശ മദ്യം, ഈ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുകയും അത് കേരളത്തിലെ ബിയർ നിർമ്മാണത്തിനും കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വിദേശ മദ്യത്തിനും വേണ്ടി ഉപയോഗിക്കപ്പെട്ടാൽ അതിന്റെ വരുമാനം കേരളത്തിലാണ്,
അതിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരളത്തിനാണ്, അതിന്റെ നേട്ടം കേരളത്തിനാണ്. സനോജ്, അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ടാക്കുന്നത്? ഒറ്റ ചോദ്യം, ഇവര് ഉന്നയിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവർക്ക് പുറത്തു നിൽക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ? അത്രയും സ്വീകാര്യമായിട്ടുള്ള ഒരു തീരുമാനം നടപ്പാക്കാനെടുത്ത സമയമാണ് വിഷയം. നവംബർ 8 തൊട്ട് ജനുവരി 15 വരെ നികുതി വകുപ്പിൽ നിന്നുള്ള ഫയൽ മന്ത്രിസഭായോഗത്തിൽ കൊണ്ടുവരാൻ നവംബർ 8 മുഖ്യമന്ത്രി ഉത്തരവിടുന്നത് തൊട്ട് ജനുവരി 15 മന്ത്രിസഭായോഗത്തിന് പരിഗണനയ്ക്ക് വരുന്നത് വരെ ആരാണ് ഇത് ഇത്ര തിടുക്കത്തിൽ ഇത് നടപ്പാക്കിയത്? ഇത്രയും സ്വീകാര്യമായിട്ടുള്ള ഒരു തീരുമാനം എന്തുകൊണ്ട്? പറയാം. അപർണ, തിടുക്കത്തിൽ എന്ന് നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ പറയാൻ പാടില്ല. അത് കേരളത്തോട് ചെയ്യുന്ന കെടുതിയാണ്. നിങ്ങളത് അങ്ങനെ പറയാൻ പാടില്ല. നേരത്തെ ഉന്നയിച്ച കാര്യം എന്താണ്? കേരളത്തിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. താരതമ്യപ്പെടുത്തലാണ്. കാരണം വയനാട് പുനരധിവാസം അടക്കമുള്ളവയ്ക്ക് കിട്ടാതിരുന്ന തിടുക്കം, കിട്ടാതിരുന്ന വേഗം എന്തുകൊണ്ട് കിട്ടി എന്നുള്ളതാണ്. വയനാട് പുനരധിവാസത്തിന്റെ കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോ എന്നാ പിന്നെ അത് ചർച്ച ചെയ്യാം. അല്ല, എന്താണ് ഈ പറയുന്നത്? വയനാട് പുനരധിവാസം സംസ്ഥാന ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ വൈകിപ്പിച്ചോ? അസംബന്ധം പറയല്ല. അസംബന്ധം പറയരുത്. നിങ്ങൾ ഇത്തരം അസംബന്ധങ്ങൾ ഏറ്റുപറയരുത്. നിങ്ങൾ ഇത്തരം അസംബന്ധങ്ങൾ ഏറ്റുപറയരുത്. UDF സർക്കാരിന്റെ കാലത്തെ താരതമ്യപ്പെടുത്തിയിട്ടല്ലേ ഗവൺമെന്റിനെ കുറിച്ച് ഇവിടെ ഏത് കാര്യത്തെ കുറിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തീരുമാനമെന്ന് പറഞ്ഞതുപോലെ 10 ദശലക്ഷം ലിറ്റർ വെള്ളം. ഞാൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഞാൻ പറഞ്ഞത് എന്താണ്? എന്തുകൊണ്ടാ പറഞ്ഞത്? 10 ദശലക്ഷം ലിറ്റർ വെള്ളം മലമ്പുഴ ഡാമിൽ നിന്ന് കിൻഫ്രയ്ക്ക് കൊടുക്കാൻ ധാരണയുണ്ടാക്കിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ്. ഉമ്മൻചാണ്ടി അധ്യക്ഷത വഹിച്ച യോഗത്തിലാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. കിൻഫ്രയ്ക്ക് വെള്ളം കൊടുക്കുന്നത് വ്യവസായത്തിന് വേണ്ടിയിട്ടാണ്. ആ കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന 10 ദശലക്ഷം ലിറ്റർ വെള്ളത്തിൽ നിന്ന് 0.5% ലിറ്റർ വെള്ളം മാത്രമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾ പറയാൻ ഞാൻ മിണ്ടിയില്ലല്ലോ. വെള്ളം കൊടുക്കുന്നത് അല്ലല്ല. സുഹൃത്തെ, മിണ്ടാതിരിക്കൂ. ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അസ്വസ്ഥനാവല്ലേ? നിങ്ങൾ നിങ്ങൾ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞപ്പോഴും ഞാനത് കേട്ടു. നിങ്ങൾ അംഗീകരിച്ചോണ്ടല്ല. നിങ്ങൾ മിണ്ടാതിരിക്കും. എന്റെ അവസരമാണ്. ഒരു മിനിറ്റ്. അപർണ ചോദിച്ച കാര്യം തിടുക്കപ്പെട്ട് അനുമതി കൊടുത്തു എന്നുള്ളതാണ്. 30/11/2023 അപേക്ഷ ലഭിക്കുന്നു. അപേക്ഷ ആർക്കാണ് ലഭിക്കുന്നത്? സർക്കാർ നേരിട്ടല്ല, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്കാണ് അപേക്ഷ കിട്ടുന്നത്. 10 ഘട്ട പരിശോധന കഴിഞ്ഞ് 14 മാസം പൂർത്തീകരിച്ചിട്ട് പ്രാരംഭമായ അനുമതിയാണ് അവിടെ കൊടുത്തത്. പ്രാരംഭ അനുമതിയാണ് കൊടുത്തത്. ആ 10 ഘട്ട പരിശോധനയിൽ ഏതെങ്കിലും ഒരു കാര്യം മറികടന്നിട്ടുണ്ടോ അപർണ? നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് അതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കാനുണ്ടോ? അപ്പൊ 10 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് 15 മാസം കൊണ്ട് വ്യവസായത്തിന് അനുമതി കൊടുക്കേണ്ടതില്ല എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഇവിടെ വ്യവസായങ്ങളുടെ ശവപ്പറമ്പ് എന്ന് പറഞ്ഞിട്ട് വ്യവസായങ്ങൾ ചുവപ്പ് നാടയിൽ കൊടുങ്ങുന്നു, നിക്ഷേപർ സൗഹൃദമല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളല്ലേ നേരത്തെ ഇവിടെ ചർച്ച നയിച്ചത്? നിങ്ങൾ എന്ന് പറഞ്ഞാൽ അപർണയല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച നയിച്ചല്ലോ. ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കുന്നു. തടസ്സമായി നിൽക്കുന്ന പല നിയമങ്ങളും ഭേദഗതി വരുത്തി, ചട്ടങ്ങൾ പുതിയതുണ്ടാക്കി, ഭാഗമായിട്ട് 10 ഘട്ട പരിശോധന കഴിഞ്ഞിട്ട് 14 മാസത്തെ പ്രാരംഭ പരിശോധന കഴിഞ്ഞാണ് ഈ കാര്യങ്ങൾ കൊടുത്തത്. അല്ല, അത് സ്വീകാര്യമാകേണ്ടത് ഘടകകക്ഷികൾക്ക്. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് അത് സ്വീകാര്യമാകേണ്ടത് ഘടകകക്ഷികൾക്ക്. CPIയുടെ നേതാക്കന്മാരെ എല്ലാം MP രാജേഷ് പോയി കണ്ട ശേഷവും ജനയുഗത്തിൽ സത്യൻ മൊകേരി ലേഖനം എഴുതുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും സ്വീകാര്യമാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ഇടതുപക്ഷത്തെ നേതാക്കൾക്ക് കഴിയുന്നില്ലേ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജനയുഗത്തിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ആശങ്കയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പെട്ടെന്ന് 14 മാസം കൊണ്ട് അനുമതി കൊടുത്തതിനെ കുറിച്ച് ജനയുഗത്തിൽ പറഞ്ഞിട്ടില്ല. രണ്ടും നിങ്ങൾ ഒരുപോലെ വായിക്കരുത്. ജനയുഗത്തിൽ പാരിസ്ഥിതികമായ കാര്യങ്ങൾ സംബന്ധിച്ച് ജനയുഗത്തിൽ ലേഖനം എഴുതിയിട്ടുള്ള സത്യൻ മൊകേരി ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. ആ ആശങ്കകൾക്ക് നല്ല ഭാഷയിൽ ആളുകൾക്കെല്ലാം തിരിയാവുന്ന വിധത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ് ഇന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടിയുടെ ഭാഗമായിട്ട് ഇനി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ലേഖനം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ നാളെ അതുമായി ബന്ധപ്പെട്ട മുന്നണിയിൽ ചർച്ച ഉണ്ടാവട്ടെ, അതവിടെ പരിഹരിക്കാം. പക്ഷെ ഇത്രയും കാലം ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും പൊളിഞ്ഞുപോയി എന്ന് സമ്മതിക്കാൻ എന്തിനാണ് ഇത്ര മടി? ടെൻഡറുമായി ബന്ധപ്പെട്ട ആരോപണം എവിടെ? പഞ്ചായത്തിന്റെ അനുമതിയില്ല എന്ന ആരോപണം എവിടെ?
ഭൂഗർഭജലം ഊറ്റുന്നു എന്ന ഭീതി പലർത്തുന്ന ആരോപണം എവിടെ? എല്ലാ ആരോപണങ്ങളും പൊളിഞ്ഞു പോയില്ലേ അപർണ? എല്ലാം പൊളിഞ്ഞു പോയില്ലേ? ഇപ്പൊ ഇവർക്ക് ആകെ പ്രതീക്ഷ എന്താണ്? ജനയുഗം പത്രത്തിൽ CPIയുടെ നേതാവ് എഴുതിയിട്ടുള്ള ലേഖനത്തെ മാത്രമാണ് ഇവർക്ക് ഇപ്പൊ കോട്ട് ചെയ്യാൻ കഴിയുന്നത്. മറ്റെല്ലാം വിട്ടു. മറ്റൊന്നിലും ഇപ്പോ ഒരഭിപ്രായമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് വ്യവസായ സൗഹൃദ അന്തരീക്ഷമാണ്. ഇത്തരം കമ്പനികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 5000-4000 കോടി രൂപ കേരളത്തിൽ നിന്നും അങ്ങോട്ട് കൊടുത്തിട്ട് വാങ്ങുന്ന സാധനം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നു. തൊഴിലവസരം ഉണ്ടാവുന്നു. യാതൊരു അഴിമതിയും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടില്ല. പിന്നെ ചർച്ചയിൽ വന്നിരുന്നിട്ട് അതും ഇതും പറയുന്ന ആളുകളോട് എന്ത് പറയാനാണ്? എന്തെങ്കിലും ഒരു തെളിവ് ഇവിടെ ഹാജരാക്കാൻ വസന്ത് ചോദിച്ചതിനൊക്കെ പരാജയപ്പെടുമ്പോ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ? സനോജ്, ഞാൻ തിരികെ എത്താം. BJPയുടെ വെർഷനും കൂടെ എടുത്ത ശേഷം ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, എലപ്പുള്ളി പഞ്ചായത്ത് കൂട്ടുനിന്നു സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന് എന്ന് പറഞ്ഞ് BJP എലപ്പുള്ളി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് വരെ സംഘടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇതിനകത്ത് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ഈ ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തെയും ഈ വിശദീകരണം നൽകാൻ ശ്രമിക്കുന്ന ഭരണപക്ഷത്തെയും ഒരുമിച്ചുകൂടിയാണോ? തീർച്ചയായും അതിനെന്താ സംശയമുള്ളത്? ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യുന്ന ഈ ജനദ്രോഹത്തിനെതിരെയാണ് എക്കാലത്തും BJP പ്രതിഷേധിച്ചിട്ടുള്ളത്. എക്കാലത്തും ഞങ്ങൾ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്, നയങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. ഇത് ഒരു സമയത്ത് പഞ്ചായത്ത് പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയില്ല. പിന്നീട് പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ള രേഖകൾ വെച്ച് മനസ്സിലാക്കുന്നത് പഞ്ചായത്തിന് അറിയാമായിരുന്നു. അപ്പൊ എവിടെയോ ഒരു ധാരണ ഉണ്ടായില്ലേ? ഒരു കള്ളക്കളി നടന്നില്ലേ? ഇപ്പൊ സർക്കാർ നടത്തുന്ന കള്ളക്കളി പോലെ തന്നെ പ്രതിപക്ഷവും ഒരു കള്ളക്കളിക്ക് തയ്യാറാവുകയാണ്. അറിഞ്ഞില്ല എന്ന് പറയുക, പുകമറ സൃഷ്ടിക്കുക, ജനങ്ങളെ വഞ്ചിക്കുക, പറ്റിക്കുക, അതൊരു സ്ഥിരം നടപടിയായി മാറ്റിയിരിക്കുക. ഇത് പല കേസുകളുടെ കാര്യത്തിലും അഴിമതി ആരോപണങ്ങളുടെ കാര്യത്തിലും സെയിം നിലപാട് തന്നെയാണ് നേരത്തെയും UDF-ഉം LDF-ഉം സ്വീകരിച്ചിട്ടുള്ളത്. ആരോപണങ്ങൾ ഉന്നയിക്കുക, അത് മുന്നോട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ സെറ്റിൽ ചെയ്യുക. ഇത് എത്രയോ കാലമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ സെറ്റിൽമെന്റ് രാഷ്ട്രീയം. UDF-ന്റെയും LDF-ന്റെയും ഒത്തൊരുമിച്ചുള്ള രാഷ്ട്രീയം. അത് ഇനിയും തുടരും. അതിന്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമല്ലേ ആദ്യം ഒരു ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് പഞ്ചായത്ത് പ്രസിഡന്റ് അതിന്റെ സപ്പോർട്ട് ചെയ്യുന്നു. തൊട്ടു പിറകെ അത് പഞ്ചായത്ത് അറിഞ്ഞു എന്ന് പറഞ്ഞ് സർക്കാർ രേഖകൾ പുറത്തുവിടുന്നു. അപ്പൊ അറിഞ്ഞുകൊണ്ടും നടപടികൾ സ്വീകരിക്കുമ്പോഴുള്ള നിലപാടുകൾക്കൊപ്പം നിന്നുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണുള്ളത് സംശയമുണ്ട്. ഇവിടെ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചില വസ്തുതകൾ സൂചിപ്പിക്കാൻ, പ്രധാനമായും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ഫെബ്രുവരി മാസം 17-ാം തീയതി അദ്ദേഹം നിങ്ങളെ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പാലക്കാട് ജില്ലയിലെ മറ്റ് വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം കാണാൻ പോകാനായിട്ട്. അതിനു മുൻപ് ഈ സർക്കാർ പറയേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. ഈ പ്രദേശത്ത് പാലക്കാട് പോട്ടെ, മൊത്തം കേരളത്തിലെ സിസ്റ്റം എടുത്താൽ ഒരു ഏക്കറിൽ എത്ര ലിറ്റർ വെള്ളം ഡ്രെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിലൂടെ സമാഹരിക്കാൻ വേണ്ടി കഴിയും? 27,000 ഗാലൻ വെള്ളം. അതാണ് ഒരു ഏക്കറിൽ പരമാവധി വന്നാൽ സ്വരൂപിക്കാൻ വേണ്ടി കഴിയുക. എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ലിറ്റർ വെള്ളം. 5 ഏക്കറിൽ എത്ര ലക്ഷം ലിറ്റർ വെള്ളം ഈ കാലയളവിനുള്ളിൽ സംഭരിക്കാൻ കഴിയും? 5 ലക്ഷം ലിറ്റർ വെള്ളം. അപ്പൊ എവിടെയാണ് മന്ത്രി പറഞ്ഞ വെള്ളവും യഥാർത്ഥത്തിൽ മഴവെള്ള സംഭരണിയിലൂടെ സംഭരിക്കാൻ കഴിയുന്ന വെള്ളവും തമ്മിലുള്ള അന്തരം എന്നുള്ളത് പ്രത്യക്ഷത്തിൽ കാണാവുന്നതല്ല. അതിനെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുന്നതിന് മുൻപ് ബഹുമാനപ്പെട്ട മന്ത്രി പഞ്ചാബിലെ ഇതേ കമ്പനി നടത്തുന്ന സ്ഥാപനത്തിലൊന്ന് സന്ദർശിക്കണ്ടേ? എപ്പോഴും നമ്മൾ കേരളത്തിലൊരു വ്യവസായം തുടങ്ങുന്നതിന് മുൻപ് വിദേശത്ത് പോയി ഒരു പഠനം നടത്താറുണ്ടോ? ആ വിദേശത്ത് പോയി പഠനം നടത്തുന്ന മന്ത്രിതല സംഘങ്ങൾ എന്തിനാ പോകാറുള്ളത്? അവിടുത്തെ സിസ്റ്റം കണ്ടുപഠിക്കാനാണ്. ഈ കമ്പനി എങ്ങനെയാണ് പഞ്ചാബിൽ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിച്ചത്, എങ്ങനെയാണ് അവിടുന്ന് പുറത്തു പോയത്, എങ്ങനെയാണ് അവിടെ പൂട്ടപ്പെട്ടത്, എത്ര മാലിന്യമാണ് അവിടെ ഒഴുക്കിയത്, എത്ര ജലമാണ് അവിടുന്ന് ചൂഷണം ചെയ്തത്, അവിടുത്തെ ജനങ്ങൾ എത്ര കാലം സമരം ചെയ്തു, ഈ തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മന്ത്രി പോയി ഒന്ന് അന്വേഷിക്കണ്ടേ? പഞ്ചാബ് സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ തന്നെ സഹായികളാണല്ലോ പഞ്ചാബിലും ഭരണം നടത്തുന്നത്. അപ്പൊ അവിടെ പോയി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണ്ടേ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് സർക്കാർ അവിടെ അടച്ചുപൂട്ടാൻ കാരണം? അപ്പൊ ഇവിടെ സർക്കാർ പ്രതിനിധികൾ, മന്ത്രിമാർ, ഈ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നവർ, അവർ ഈ കമ്പനിയുടെ ഡയറക്ടർമാരെ പോലെ പ്രവർത്തിക്കാൻ അവർ മന്ത്രിമാരാണോ, മന്ത്രിമാരുടെ ചുമതലയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇന്നത്തെ പത്രസമ്മേളനം കണ്ടാൽ നമുക്ക് തോന്നുക ആ കമ്പനിയുടെ വക്താവാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കമ്പനിക്ക് വേണ്ടി സംസാരിക്കുക, കമ്പനിക്ക് വേണ്ടി നിലപാടുകൾ പറയുക, കമ്പനിക്ക് വേണ്ടി പറയുന്ന നിലപാടുകൾ വീണ്ടും വീണ്ടും വന്ന് ആവർത്തിക്കുക, അതിന് ചില മുട്ടായുക്തി ന്യായീകരണങ്ങൾ പറയുക. GST കുറിച്ചാണ് ബഹുമാനപ്പെട്ട മന്ത്രി മറ്റൊരു കാരണം പറഞ്ഞത്.
കേരളത്തിന് GST നഷ്ടമാകും. ഇടതുപക്ഷ പ്രതിനിധിക്കും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. 4000 കോടി രൂപയുടെ മദ്യവിൽപ്പന നടത്തി കേരളത്തിന് കിട്ടാൻ പോകുന്ന ലാഭം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മദ്യം കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം, അത് നികത്താൻ ഇതുവഴി കഴിയും എന്നാ പറയുന്നത്. കേരളത്തിന് GST കുടിശ്ശിക എത്രയുണ്ട്? കേരളത്തിൽ 14,000-ലധികം കോടി രൂപയുടെ GST കുടിശ്ശിക പിരിച്ചെടുക്കാൻ കിടക്കുകയാണ്. വാട്ടർ അതോറിറ്റിയും KSEBയും മാത്രം വൻകിട മുതലാളിമാരിൽ നിന്ന് പിരിച്ചെടുക്കാനുള്ള തുക 1000 കോടി രൂപയിലേറെയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് 210 കോടി രൂപയുടെ GST ലാഭമുണ്ടാകും. ഈ കമ്പനി വരുമ്പോഴല്ല കേട്ടോ. 4000 കോടിയുടെ മദ്യ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്പിരിറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കമ്പനി വരുമ്പോഴല്ലേ. ഈ കമ്പനിക്ക് ആകെയുള്ളത് ഏകദേശം 600 കോടി രൂപയുടെ മുതൽ മുടക്കാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എത്രയും ആവട്ടെ. അപ്പൊ 210 കോടി രൂപയുടെ 4000 കോടി രൂപയുടെ എന്നെല്ലാം പറയുമ്പോൾ സാധാരണക്കാരൻ വിചാരിക്കുന്നത് ഇവിടെ 4000 കോടി രൂപയുടെ എന്തോ വ്യവസായം വരാൻ പോകുന്നു, തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നു. 600 കോടി രൂപയുടെ കമ്പനിയെ കാണിച്ചുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. 210 കോടി രൂപയുടെ GST നഷ്ടപ്പെടും. അതേ സംസ്ഥാനത്താണ് കോടിക്കണക്കിന് GST കുടിശ്ശിക പിരിച്ചെടുക്കാൻ കിടക്കുന്നത്. വൻകിട മുതലാളിമാരിൽ നിന്നും, വൻകിട ആളുകളിൽ നിന്നും, വൻകിട സ്ഥാപനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കാൻ കിടക്കുന്ന മറ്റ് പൊതുമേഖലാ സംവിധാനങ്ങളിലേക്ക് കിട്ടാനുള്ള ടാക്സ് മാത്രമല്ല, ബില്ല് പെൻഡിങ് കിടക്കുന്ന തുക അത് തന്നെ എത്ര കോടിയുണ്ട്. അപ്പൊ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഈ വക കാര്യങ്ങളിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഇവിടുത്തെ വെള്ളത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യ ബോധം വേണ്ടേ? ഇങ്ങനെയാണ് കൊക്കക്കോള കമ്പനിയും ശ്രീ പി കൃഷ്ണദാസ് ഇവിടെ പാലക്കാട് ഒയാസിസിനെതിരെ സമരം നടത്തി, തിരുവനന്തപുരം വരെ സമരം നടത്തി, അങ്ങോട്ട് അതിർത്തി കടന്നു കഴിയുമ്പോൾ BJP കൂടി ഈ ഷെയ്ഡിനകത്ത് പെടുമോ? BJPക്ക് കൂടി ബന്ധമുള്ള അല്ലെങ്കിൽ ഉന്നത നേതൃത്വത്തിന് ബന്ധമുള്ളവരാണ് ഈ ഒയാസിസ് കമ്പനിക്കകത്തിരിക്കുന്നത് എന്നുള്ള ആരോപണത്തെ ഈ കേരളം കടന്ന് അങ്ങോട്ട് പുറത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് നിഷേധിക്കാനുള്ള ആത്മവിശ്വാസമൊക്കെ ഉണ്ടോ? ഈ ഏതെങ്കിലും ഇടതുപക്ഷ ഹാൻഡിലുകൾ വാട്സപ്പിൽ പറയുന്ന കാര്യങ്ങൾ നോക്കി നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തരുത് എന്നുള്ളതാണ്. ആ കമ്പനി ആരുടേതാണ്? ശിരോമണി അകാലിദൾ എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കമ്പനി ഉള്ളത്. അദ്ദേഹത്തിന്റെ MLA വടക്കേ ഇന്ത്യയിൽ നിന്നാണ് MLA, അതെല്ലാം BJP ആണ് എന്ന് തെറ്റിദ്ധരിച്ചാൽ എനിക്കൊന്നും പറയാൻ വേണ്ടി കഴിയും. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് ഇനി ഈ കമ്പനിയെ സംബന്ധിച്ച് ആരോപണം ഉയർന്നത് എവിടെയാ? ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും വലിയ ചങ്ങാതിമാരായിട്ടുള്ള ഡൽഹിയിലെ മന്ത്രിസഭയും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എക്കാലത്തും പോയി നമ്മൾ കെട്ടിപ്പിടിക്കുന്നതല്ലേ ഡൽഹിയിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സംവിധാനങ്ങളെയും. അതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവർക്ക് കെട്ടിപ്പിടിക്കാം, അവർക്ക് അഴിമതിയിൽ പങ്കുപറ്റാം, ഒരുമിച്ച് ധാരണ ഉണ്ടാക്കാം. എങ്ങനെയാണ് ഡൽഹിയിൽ ഈ മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം ഉണ്ടാക്കിയതെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അതിനുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഇതിവിടെ പ്രാവർത്തികമാക്കാം. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് ചെയ്യുമ്പോൾ ആ കമ്പനി ഡൽഹിയിൽ എന്താ സംഭവിച്ചത്, ആ കമ്പനിക്കെതിരെ എന്താണ് നടപടി ഉണ്ടായത്, ഏത് തരത്തിലാണ് നടപടിയെടുത്തത്, അത് ആരാ എടുത്തത്, എവിടെന്നാ ഉണ്ടായത്, ആരാ അറസ്റ്റ് ചെയ്യപ്പെട്ടത്, എങ്ങനെയാണ് നടപടി ഉണ്ടായത്? അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾക്കെതിരെ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ആ നടപടി ഉണ്ടായതിനെ കുറിച്ച് ആലോചിക്കണ്ടേ? അല്ലാതെ വെറുതെ BJP അതിന്റെ കൂട്ടത്തിലേക്ക് ഒന്ന് പേര് ചേർത്താൽ അതങ്ങ് വരുന്നതാണോ? ഇവരിനെങ്കിലും ആലോചിക്കണ്ടേ ആ ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്? ഈ ആം ആദ്മിക്കാർ ഏറ്റവും വലിയ ആരോപണം ഉന്നയിക്കുന്നത് ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് എവിടെ നിന്നുണ്ടായി, ഏത് കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായി? അപ്പൊ യാഥാർത്ഥ്യങ്ങൾ കാണാതെ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. CPI-കാർക്ക് ഏത് ആരോപണം ഉന്നയിക്കാം, ഇടതുപക്ഷത്തിന് ഏത് ആരോപണം ഉന്നയിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ സർക്കാർ അല്ല, കമ്പനി ഉടമയ്ക്ക് യോഗി ആദിത്യനാഥുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞത് ഇടതുപക്ഷ ഹാൻഡിൽ അല്ല, സന്ദീപ് വാര്യരാണ്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിലൊക്കെ അത് കൃത്യമായിട്ട് നിഷേധിക്കാമൊക്കെ ആയിരുന്നു. ആ വിഷയമൊന്നും ആരും തൊട്ടുപോയൊന്നും കണ്ടില്ല. BJP അതൊന്നും കേട്ടിട്ടില്ല. അയാളെ ആരെങ്കിലും കണക്കിലെടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞ ആരോപണം ഉന്നയിക്കുന്നയാളെ BJP-ക്കാർ ആരെങ്കിലും കണക്കിലെടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും വാസ്തവമുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും വാസ്തവമുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും വാസ്തവം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ആ കാര്യത്തിൽ? യോഗി ആദിത്യനാഥിന്റെ പേരങ്ങ് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഞാൻ ചർച്ച ചെയ്യപ്പെടുമെന്ന് വിചാരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആളോട് നമുക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി കഴിയുമോ? എന്നാൽ പിന്നെ ട്രംപിന്റെ പേര് പറയാഞ്ഞത് ഭാഗ്യമായി. കാരണം അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ഇപ്പോൾ ഒരു ട്രെൻഡ് ട്രംപിനെ കുറിച്ച് പറയുക എന്നുള്ളതാണല്ലോ. അപ്പൊ ട്രംപുമായിട്ട് എനിക്ക് ട്രംപുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. അപ്പൊ അതിൽ ആ തരത്തിലുള്ള ആരോപണങ്ങളൊന്നും യാതൊരു മുഖവിലൊക്കെ പോയിട്ട് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ആലോചിക്കട്ടെ, ഇതിനൊരു സമയം ചെലവഴിക്കട്ടെ. നിങ്ങൾ ഇതിന്റെ സമയം ചെലവഴിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ വക ആരോപണങ്ങൾ കേൾക്കാൻ തന്നെ. ശരി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഞാൻ തിരികെത്താം. ശ്രീ MK ഹരിദാസ്, ആരോപണങ്ങൾ ഒരു ഭാഗം എന്ന് പറയുന്നു, ആ ആരോപണങ്ങളിൽ അക്കമിട്ട് മറുപടി എക്സൈസ് മന്ത്രി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറയുന്നത് പോലെ ഇത് വലതും ഇടതും കൂടെ ഒരുമിച്ച് നടത്തുന്ന കൂട്ടുകൃഷിയാണ് എന്ന് BJP പറയുന്നു. BJPക്ക് ഇതിനകത്ത് ബന്ധമുണ്ട് എന്ന് മറുവശത്ത് പറയുന്നു. മദ്യനയം
ഇതിനകത്ത് മാറുന്നുണ്ടോ, അത് കേരളത്തിലെ ഒരു സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണോ എന്നുള്ള വിഷയം ഒരു വശത്ത് നിൽക്കുമ്പോഴും മറ്റ് കാര്യങ്ങളിൽ 4200 കോടി രൂപ സ്പിരിറ്റ് കേരളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ചിലവാക്കുന്നത്, 210 കോടി രൂപ GST ഇനത്തിൽ മാത്രം സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്, ഈ വിഷയമൊക്കെ ഒരു വ്യവസായം എന്ന രീതിയിലാണ് സർക്കാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ബ്രൂവറി അവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ മദ്യപിക്കുന്നവർ കുടിക്കുകയില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ടല്ലോ ഒരു വശത്ത്. ശരിക്കും ഇത് ആരാണ്, ആരുടെ കൈയാണ് ഇതിനകത്ത് കളങ്കപ്പെട്ടിരിക്കുന്നത്? എല്ലാവർക്കും ഇതിൽ പങ്കുണ്ടെന്നാണോ താങ്കൾ കരുതുന്നത്? എനിക്ക് എത്ര സമയം തരുന്ന അറിയില്ല. ഇവർക്കൊക്കെ കൊടുത്തതിന്റെ ഒരു 75% സമയം എനിക്കും തരണം. അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കേരളം വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആരോപണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ BJPയും പുറകിലല്ല, കോൺഗ്രസും അവർക്ക് ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ പുറകിലല്ല. ഒരു അഴിമതി നടത്തിയവരും ഞങ്ങളത് നടത്തി എന്ന് പറഞ്ഞിട്ട് പുറത്തു വന്നിട്ടുള്ള ചരിത്രമില്ല. LKGയിൽ പെൻസിൽ കട്ട കുട്ടി തൊട്ടിട്ട് രാഷ്ട്രീയക്കാർ വരെയുള്ളവരെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ അഴിമതിയാണ് ഈ നടത്തിയത് എന്ന് പറയില്ല. ഇവിടെ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞിട്ടുള്ള 1-2 കാര്യങ്ങളിൽ തിരുത്തു കൊടുക്കുകയാണ്. അതായത് വാട്ടർ അതോറിറ്റിക്കും ഇലക്ട്രിസിറ്റി ബോർഡിനും കൂടിയിട്ട് 1000 കോടി രൂപയുടെ GST കിട്ടാനുണ്ട് എന്ന് പറഞ്ഞത് തെറ്റാണ്. വാട്ടർ അതോറിറ്റിക്ക് മാത്രം 5312 കോടി രൂപ കിട്ടാനുണ്ട് എന്നാണ് ലാസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ച്. ഞാൻ പറഞ്ഞില്ല സാറേ, ഞാൻ GST പറഞ്ഞില്ല. സുഹൃത്തെ, ഞാൻ താങ്കൾ പറഞ്ഞ സംഖ്യ തിരുത്തുകയാണ്, അല്ലാണ്ട് താങ്കൾ പറഞ്ഞത് തെറ്റാന്നല്ല പറയണത്. വാട്ടർ അതോറിറ്റിക്ക് 5312 കോടി രൂപയുടെ കുടിശ്ശിക കിട്ടാനുണ്ട്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് 3366 കോടി രൂപ കിട്ടാനുണ്ട്. അതിൽ 312 കോടി രൂപയ്ക്ക് ഹൈക്കോടതി സ്റ്റേ ഉണ്ട്. ഇതൊക്കെ പോട്ടാ പറഞ്ഞ മറ്റൊരു കാര്യം പറയുകയാണ്. 260 കോടി രൂപയുടെ GST ഹൈലൈറ്റ് ചെയ്യുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബ്രൂവറി നയത്തിലെ 788 കോടി രൂപ വാറ്റ് നികുതി ഇവിടുത്തെ പെട്രോൾ പമ്പ് ഉടമകളിൽ നിന്ന് കിട്ടാനുണ്ട്. അതിൽ 112 കോടി രൂപയുടെ ഹൈക്കോടതി സ്റ്റേ ഉണ്ട്. എന്താണ് ഈ സർക്കാർ ഇത് പിരിച്ചെടുക്കാതെ ഒരു പുതിയ ബ്രൂവറി തുടങ്ങിക്കൊണ്ട് ഒരു GSTയുടെ 260 കോടി രൂപയുടെ വരുമാനത്തെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ശ്രീ സനോജ്, താങ്കൾ ഈ നിക്ഷേപ സൗഹൃദത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു നിഷ്പക്ഷ നിരീക്ഷകനായ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്, കഴിഞ്ഞ 100 മാസങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം നൽകുന്ന CPM-ഉം കാണിക്കുന്ന ഔചിത്യ ബോധം നിങ്ങൾ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് കേരളത്തിൽ കാണിച്ചിരുന്നുവെങ്കിൽ കേരളം ഇന്ന് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല എന്നുള്ള പേര് വരുത്തേണ്ട ഗതികേടിലേക്ക് എത്തുമായിരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആന്തൂരിലെ സാജൻ, ഇവിടുത്തെ എലൂരിലെ ഫാൽക്കൺ മുഹമ്മദ് കുട്ടി, അതുമാതിരി തന്നെ ഈ തിരുവാർപ്പിൽ 4 ബസ് മേടിച്ച ഒരു ബസ് ഉടമയുടെ ഗതികേട് ഒന്നും എന്നെ കൊണ്ട് എടുത്തു പറയിപ്പിക്കണ്ട. അപ്പൊ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല കേരളം എന്നുള്ളതിനൊരു ഖ്യാതി വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ CPM-നുള്ള പങ്ക് നിസ്സാരമല്ലെന്ന് താങ്കൾ മനസ്സിലാക്കുക. നോക്കൂ, ഇതിലത്തെ 2 കാര്യങ്ങളാണ് അപർണ ശ്രദ്ധിക്കേണ്ടത്. എന്തിനാണ് ഒരു ടെൻഡർ എന്നാണ് ചോദ്യം. എന്തിനാണ് ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലത്തെ ഗുണഭോക്താവ് ആരാ? ഈ ബ്രൂവറി അവിടെ വന്ന ഗുണഭോക്താവ് ആരാ? സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നികുതിദായകര്. ഉണ്ടിരിക്കണ നായർക്കൊരു വിളി തോന്നിയതുപോലെ ഒരു സുപ്രഭാതത്തിൽ 25 ഏക്കർ ഭൂമി ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി എലപ്പുള്ളിയിൽ വാങ്ങിയിട്ടുകൊണ്ട് ഒരു ബ്രൂവറിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചാൽ അത് കൊടുക്കുകയല്ലേ വേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് എന്ന് ചോദിക്കുന്നവരോട്, ഗുണഭോക്താവ് സർക്കാരും സർക്കാർ നടത്തുന്നത് സംസ്ഥാനത്തെ ജനങ്ങളുടെ നികുതിയുമാണെങ്കിൽ അതിലൊരു ക്ലാരിറ്റി വരുത്തണമെങ്കിൽ ഒരു കാര്യം ചെയ്യണമായിരുന്നു. ഇത്തരത്തിൽ ടെൻഡർ വേണ്ട, ഒരു താല്പര്യപത്രം ക്ഷണിച്ചുകൊണ്ട്, ഇത്തരത്തിൽ 25 ഏക്കർ ഭൂമിയൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാക്കുമല്ലോ. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം ഞങ്ങൾ പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു. 4000 കോടി രൂപയുടെ സ്പിരിറ്റ് നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നത് തടയാൻ വേണ്ടി ഇവിടെ ഒരു ബ്രൂവറി ആരംഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു താല്പര്യപത്രം ക്ഷണിച്ചിട്ട് ഈ ഒയാസിസ് കമ്പനി ആദ്യത്തെ 5 വർഷം എത്ര രൂപയ്ക്ക് സ്പിരിറ്റും ഈ എത്തനോളൊക്കെ തരുമെന്നുള്ള ഒരു കരാർ ഉണ്ടാക്കത്തക്കതിലെ എന്തുകൊണ്ട് ഈ ഇതിനെ സുതാര്യമാക്കിയില്ല എന്ന ചോദ്യത്തിനാണ് പ്രധാനമായും മറുപടി വേണ്ടത്. അടുത്ത കാര്യം വെള്ളത്തിന്റെ. ഞാൻ കാക്കനാടാണ് താമസിക്കുന്നത്. എറണാകുളത്ത് സുലഭമായി വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കാക്കനാട്. 23-ൽ കിട്ടിയ മഴ അല്ല 24-ൽ കിട്ടിയിരിക്കുന്നത്. 22-ൽ കിട്ടിയ മഴയല്ല 23-ൽ കിട്ടിയിരിക്കുന്നത്. എന്താണ് പ്രത്യക്ഷത്തില്? ഈ മാർച്ച് തൊട്ട് കഴിഞ്ഞ മെയ് മാസം വരെ ഞങ്ങളൊക്കെ വെള്ളം ടാങ്കറിൽ വരുത്തിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പേരിൽ
ഈ ബ്രൂവറി ഫാക്ടറിക്ക് കൃത്യമായിട്ട് ജലം കൊടുക്കാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഈ മഴവെള്ള സംഭരണിക്ക് സാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ മദ്യനയം തിരുത്തിയതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒരു 6, 7, 8 ബോർവെൽ കുഴിക്കാൻ അനുമതി നൽകി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാരണം കൃത്യമായൊരു നയം ഇടതുപക്ഷത്തിനില്ല. 99-ലെ മദ്യനയം തിരുത്തിയവരാണവർ. KPSC ലളിതയെയും അതുപോലെ തന്നെ ഇന്നസെന്റിനെയും വെച്ച് മദ്യവർജനമല്ല, മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് എന്ന് പറയുന്നവർക്ക് ഇവിടെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ചിട്ട് ഇപ്പൊ തന്നെ 6 ലക്ഷം ലിറ്റർ മദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു ദിവസം കുടിക്കുന്നത്. അതിന് 53.6 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. ആ ജനങ്ങൾക്ക് സ്പിരിറ്റ് ഇവിടെ ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇവിടെ മദ്യം ഉണ്ടാക്കിക്കൊണ്ട് അപ്പൊ ഈ സർക്കാരിന് തെറ്റിയിട്ടുള്ളത് എന്താണെന്നറിയോ? നിത്യജീവിതത്തിൽ സാധാരണക്കാരനെ മദ്യം എന്ന് പറയുന്ന സാധനം ഇല്ലാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ധാരണ ഈ സർക്കാരിനുണ്ടെങ്കിൽ അത് തിരുത്തണം. മദ്യമല്ല ജനങ്ങൾക്ക് വേണ്ടത്. 51% ഷെയർ സർക്കാരിനും 49% ഷെയർ ഒരു സ്വകാര്യ കമ്പനിക്കുമായിട്ട് ഇവിടുത്തെ കരിമണൽ ലോബിയെ തകർക്കാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ കരിമണൽ ഗണനത്തിന് ഒരു പൊതുമേഖലാ സ്ഥാപനം തുടങ്ങാൻ എന്തുകൊണ്ട് ഈ സർക്കാർ തയ്യാറായിട്ടില്ല? ശ്രീ എം കെ ഹരിദാസ്, എല്ലാം പരിഹരിച്ച ശേഷം മതിയോ പുതിയ വ്യവസായങ്ങൾക്കുള്ള അനുമതി നൽകുന്നത്? CPM ഇതിനു മുൻപ് ഇത്തരത്തിലൊരു സമീപനം എടുത്തു എന്നുള്ളത് കൊണ്ട് ഇനിയും അതേ സമീപനം ഭരണപക്ഷത്തിരിക്കുമ്പോഴും തുടരണോ? വ്യവസായങ്ങൾ തുടരുമ്പോൾ ബാക്കിയെല്ലാ കുടിശ്ശികയും പിരിച്ചു വന്നതിന് ശേഷം അതിന് അനുമതി നൽകിയാൽ മതി എന്നാണോ? അല്ല, ഒരിക്കലുമല്ല. അതിനല്ലേ ലാസ്റ്റ് ഞാൻ ഉദാഹരിച്ചത്. ഇവിടുത്തെ കരിമണൽ ലോബി ഇവിടെ നിന്ന് കടത്തുന്ന കരിമണലിന്റെ കണക്ക് ഓരോ ദിവസവും നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. ആ കരിമണൽ സർക്കാർ ഖനനം ചെയ്തുകൊണ്ട് അത് വേർതിരിച്ചെടുത്ത് കോടികൾ ലാഭം കൊയ്യാമെന്ന് വിദഗ്ധർ പത്രങ്ങളിലും മാധ്യമങ്ങളിലും പറയുന്നത് കേൾക്കുന്നു. എന്തുകൊണ്ട് തയ്യാറായില്ലേ? ഓരോ മിനിറ്റും കൂടെ എനിക്ക് തരാം. 44 നദികളുള്ള ഈ സംസ്ഥാനത്ത് 23 ലക്ഷം ജനങ്ങൾ ഭാഗികമായും 16 ലക്ഷം ജനങ്ങൾ പൂർണ്ണമായും കുടിവെള്ളം കിട്ടാതെ അലയുമ്പോൾ ആ കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള ഒരു പദ്ധതിക്ക് തയ്യാറാവാതെ മദ്യപാനികൾക്ക് മദ്യം സുലഭമായി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പിരിറ്റ് കേരളത്തിൽ ഉത്പാദിപ്പിക്കുകയാണ് ഈ ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപർണ, എനിക്ക് അതിനോട് യോജിക്കാൻ സാധിക്കില്ല. ഓക്കെ, ശരി. ധാർമ്മികമായിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ള സമൂഹങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെ അതിനകത്ത് നിൽക്കുന്നു. വ്യാവസായികമായിട്ടുള്ള വിഷയങ്ങൾ വേറെ, രാഷ്ട്രീയ വിഷയങ്ങൾ വേറെ. വളരെ പെട്ടെന്ന് തിരികെ ചെറിയ ഇടവേള. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുപള്ളി, നേരത്തെ സനോജ് അക്കമിട്ട് ഇതിന് പറഞ്ഞിരിക്കുന്ന മറുപടികൾ ഒരു വശത്ത്, ഇത് ജലചൂഷണം എന്നുള്ളൊരു കാതലായിട്ടുള്ളൊരു വിഷയത്തിനകത്ത് പ്രതിപക്ഷം നിൽക്കുമ്പോഴും എലപ്പുള്ളി പഞ്ചായത്ത് ഈ വിഷയത്തിൽ എടുത്ത നിലപാട് സുതാര്യമല്ല എന്ന് ആരോപിച്ചുകൊണ്ട് BJP പ്രതിഷേധ മാർച്ച് നടത്തുന്ന ഒരു രീതിയിലേക്ക് പോലും കാര്യങ്ങൾ പോയി. ആ കാര്യം അറിഞ്ഞില്ല എന്ന് പറയുന്ന പഞ്ചായത്ത് ഈ കാര്യം അറിഞ്ഞിരുന്നു, അതായത് ഇത് രണ്ടുപേരും ഒരുമിച്ച് കള്ളക്കളി കളിക്കുകയാണ് എന്നൊരു രാഷ്ട്രീയ ആരോപണത്തിലേക്ക് കടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. പ്രതിപക്ഷത്തിന് വലിയ വലിയ ആയുധങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ തുടക്കത്തിലെ പാളുന്നൊരവസ്ഥ ഇങ്ങനെ ചില ലൂപ്പ് ഹോളുകളിൽ ഉണ്ടാകും. ഒരു പാളിച്ചയുമില്ല. അപ്പം നോക്കൂ, നേരത്തെ 1ാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ യശശരീരയായ KPSC ലളിതയും ഇന്നസെൻറ്റും ഇവരുടെ തന്നെ MP ആയിരുന്നു അല്ലേ, ഇന്നസെൻറ്റും ചേർന്ന് ഈ കണ്ട മാധ്യമങ്ങളിലെല്ലാം വന്ന് പറഞ്ഞെന്താ, ഞങ്ങൾ തുറക്കുന്നത് ബാറല്ല, ഞങ്ങൾ തുറക്കുന്നത് സ്കൂളാണ്. അന്ന് 1957 തൊട്ട് ഉമ്മൻചാണ്ടിയുടെ അവസാനത്തെ ഗവൺമെൻറ് വരെ ഉണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം 400. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇവിടെ നിന്ന് അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ആ ഗവൺമെൻറ് ആ ബാറുകളുടെ എണ്ണം 29ആയി കുറച്ചു. ഇന്ന് എത്രയാണ് ബാറുകളുടെ എണ്ണം? കഴിഞ്ഞ 50 വർഷക്കാലമായി ഇവിടെ ഉണ്ടായ ബാറിൻ്റെ ഇരട്ടി 800ഓളം ബാറുകൾ ഈ സംസ്ഥാനത്ത് നിന്നുണ്ട്. അതായത് അന്ന് KPSC ലളിത് പറഞ്ഞത് ഞങ്ങൾ തുറക്കുന്നത് ബാറല്ല സ്കൂളാണ് എന്ന് പറഞ്ഞെങ്കിൽ ഇനി സ്കൂളിൽ കൂടെ ബാറുകൾ തുറക്കാനുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനം എത്തി. രണ്ടാമത് സനോജ് പറഞ്ഞത് എന്താ? സനോജ് പറഞ്ഞു 10 മാസം ഒയാസിസ് നടന്നു കേട്ടോ. 10 മാസം നടന്ന് കഷ്ടപ്പെട്ട കമ്പനിയാണ് ഒയാസിസ്. ആ ഒയാസിസിനെ പറ്റി അങ്ങനെയൊക്കെ അങ്ങ് നടത്തി വിഷമിപ്പിക്കാമോ എന്നാണ് ചോദിച്ചത്. സനോജ്, നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയുടെ പ്രിയതമ സഹധർമ്മിണി, അവർ നഗരസഭാ അധ്യക്ഷയായിരുന്ന ഒരു നഗരസഭയല്ലേ ആന്തൂരിലേത്? ആ ആന്തൂർ നഗരസഭയുടെ പടി കയറി 2.5 വർഷക്കാലം സാജൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവൻ നടന്നു. നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല.
ഒടുക്കം അരമുഴൻ കയറിൽ അയാൾക്ക് തൂങ്ങിയാടേണ്ടി വന്നു. എന്നിട്ട് അതിൻ്റെ പിറ്റേന്നൊക്കെ പത്രം, നിങ്ങളുടെ മുഖപത്രം ദേശാഭിമാനി, കേട്ടാൽ കൊള്ളത്തില്ലാത്ത അറയ്ക്കുന്ന വായിക്കുന്നവർ അയ്യേ എന്ന് പറഞ്ഞ് അറച്ച് താഴേക്കിടുന്ന രീതിയിൽ ആന്തൂർ സാജന്റെ ഭാര്യയെ പറ്റി അവിശുദ്ധ ബന്ധം എഴുതി. മഞ്ഞപ്പത്രത്തിന്റെ സ്റ്റാൻഡേർഡിനേക്കാൾ നാണം കെട്ടുന്ന രീതിയിൽ അവിശുദ്ധ കഥകൾ എഴുതി പിടിപ്പിച്ചില്ലേ നിങ്ങളുടെ ദേശാഭിമാനി? വസന്ത് ഇത് പറയാൻ പോയാൽ ഇത് അവിടെ നിന്ന് ഒരുപാട് സമയം എടുക്കും. വസന്ത്, ഒറ്റ കാര്യം വസന്ത്, ഞാൻ ചോദിച്ചതാണ്, പഞ്ചായത്ത് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? അവർക്കത് പറ്റുമോ? അതൊരു 3 ദിവസം മുമ്പ് ഏകദേശം അതിലൊരു തീരുമാനമില്ലേ? അതെ 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 ഈ ബ്രൂവറിയിലേക്ക് തന്നെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. പറഞ്ഞു ഞാൻ ഒരു 2 മിനിറ്റ് നിർത്തിക്കോളാം. ഒരു കാര്യം കൂടി അങ്ങ് മനസ്സിലാക്കൂ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പുഷ്ടിപ്പെട്ട വ്യവസായം ബാർ വ്യവസായവും പാറമട കോറികളും മാത്രമാണ്. 100 മീറ്റർ ചുറ്റളവിൽ പാടില്ല എന്നുള്ളത് ഇവർ വെട്ടിക്കുറച്ച് 50 മീറ്റർ ആക്കി. ബാർ മുതലാളിമാരിൽ നിന്ന് TOT പിരിക്കാനുണ്ട് 712 കോടി രൂപ. CNAGയുടെ റിപ്പോർട്ടാണ്. 712 കോടി രൂപ പിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ബ്രൂവറി വന്നാൽ ഉണ്ടാകാൻ പോകുന്ന 400 കോടി ഉണ്ടല്ലോ, അതൊന്നും വേണ്ട സനോജ. ജനകീയ വിഷയമായിട്ട് സമരം ചെയ്യണമെങ്കിൽ ആ പഞ്ചായത്ത് മുന്നിൽ വേണം. ജനകീയ വിഷയമായിട്ട് സമരം ചെയ്യണമെങ്കിൽ ഒരു പഞ്ചായത്ത് മുന്നിൽ വേണം. ആ പഞ്ചായത്തിന്റെ കാലിൽ കെട്ടിട്ട അവസ്ഥയായി 3 ദിവസം മുൻപ്. ഇനി എന്ത് ചെയ്യും? കോൺഗ്രസ് ഇവിടെ ഇരുന്ന് പറയുമോ? അതോ അവിടെ ജലചൂഷണം ഉണ്ടെന്ന് പറഞ്ഞ് പഞ്ചായത്തിന് ഒരേ അഭിപ്രായത്തിൽ ഒന്ന് സമരം ചെയ്യാൻ പറ്റുമോ? ആ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞില്ലേ. ന്യൂസ് 8, ഞാനിപ്പോൾ അത് എടുക്കുകയായിരുന്നു, ന്യൂസ് 8ന്റെ ഓൺലൈനിൽ തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. അതായത് ഇത്രയും വലിയൊരു പദ്ധതിയുമായി വരുമ്പോൾ ഇവരെന്തോ ഒരു ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചത്രേ. അതിൽ പഞ്ചായത്ത് സെക്രട്ടറി പങ്കെടുത്തിട്ടില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുത്തില്ല. പിന്നെ ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പോയി കണ്ടോളൂ എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അതാണ് പഞ്ചായത്തിനെ അറിയിച്ചതെന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും? ആ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ആയിരിക്കും ഞങ്ങളുടെ സമരത്തിന്റെ കുന്തമുന. ഇനി പ്രകടന പത്രിക സനോജിനെ ഒന്ന് വായിച്ചു നോക്കണം. 13ാമത്തെ പേജ്, 13ാമത്തെ പേജിൽ LDFന്റെ പ്രകടന പത്രികയിൽ 8ാമത്തെ പോയിന്റ്, ഞങ്ങൾ മദ്യം ഇല്ലാതാക്കും. പക്ഷെ നിങ്ങളുടെ സർക്കാർ ഇവിടെ വളർത്തിക്കൊണ്ട് വരുന്നത് മദ്യത്തിന്റെ ഒരു ശൃംഖലയാണ് എന്ന് പറഞ്ഞു വെക്കാതിരിക്കാൻ പറ്റും. ഇത് മാത്രമല്ല പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അതായത് പാലക്കാട് ബ്രൂവറി മാത്രമല്ല, ഇവിടെ പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബാർ മുതലാളിമാരും കള്ളുകച്ചവടക്കാരും മാത്രമാണ്. വസന്ത്, അതങ്ങ് നീണ്ടുപോവാണ്, അതെവിടെ എത്തില്ല. ഈ മഴവെള്ള സംഭരണി കാണാൻ ഫെബ്രുവരി 17-ാം തീയതി പ്രതിപക്ഷ നേതാവിനെ അടക്കം വിളിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ജലചൂഷണം, നേരത്തെ ശ്രീ MK ഹരിദാസ് പറയുന്നു, ഇത് പ്രാക്ടിക്കൽ ആവോ ഇല്ലോ എന്ന് കാണാനെങ്കിലും പോണ്ടേ പ്രതിപക്ഷം ആ വെല്ലുവിളി ഏറ്റെടുത്ത് പോയി കണ്ട് ഇത് വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്ന് പ്രതിപക്ഷം പറയുമോ? ഇല്ല, ജലചൂഷണത്തെക്കാട്ടിലും പ്രധാനപ്പെട്ട പ്രശ്നം പോളിസി ചേഞ്ച് ആണ്. ഈ പോളിസിയും ഞാൻ നേരത്തെ വായിച്ച പ്രകടന പത്രികയുടെ 13ാമത്തെ പേജും കണ്ടിട്ടാണ് ഇവർക്ക് വോട്ട് ചെയ്തത് ജനം, അല്ലേ? അത് കണ്ടിട്ടാണല്ലോ അപർണ വോട്ട് ചെയ്തത്. ഞാൻ ഇവർക്ക് വോട്ടല്ല വോട്ട് ചെയ്തത്, ബാക്കിയുള്ള വോട്ട് ചെയ്ത പൊതുജനം വോട്ട് ചെയ്തത് ഈ 13ാമത്തെ പേജ്. അപ്പൊ എം പി രാജേഷ് എം പി രാജേഷിന്റെ ഫുൾ ഫോം ഇനി തൽക്കാലം മദ്യ ബ്രൂവറി രാജേഷ് എന്നാക്കിയാൽ നന്നായിരിക്കും. മദ്യ ലോബിക്ക് വേണ്ടി, ബ്രൂവറി ലോബിക്ക് വേണ്ടി നിന്നു കൊടുക്കുന്ന ഒരാളാണ്. ഇനി അങ്ങയുടെ ചോദ്യം എന്താണ്? ദൗർബല്യവുമായി ബന്ധപ്പെട്ട്, ജലചൂഷണവുമായി ബന്ധപ്പെട്ട വിഷയം, ഈ കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ് അതിൻ്റെതാണ്. അതാണ് ഞാൻ ഹരിയാനയിലെ കേസ് പറഞ്ഞത്. അത് ഞാൻ സനോജിനോട് ചോദിക്കാം. സനോജ്, കോൺഗ്രസിന് ഇതിന് ഉത്തരം പറയാൻ വന്നില്ലെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് അവരൊരു പ്രതിസന്ധിയിലായാലും ഇവരുടെ ട്രാക്ക് റെക്കോർഡ് വിഷയമാണ് ഒയാസിസ്. അതുമാത്രമല്ല, കേരളത്തിൽ തന്നെ എത്രയോ വ്യവസായശാലകൾ എത്ര ജലമാണ് ഉപയോഗിക്കുന്നത്, എത്ര ജലസ്രോതസ്സുകൾ മലിനമായി എന്നുള്ളൊരു വിഷയമൊക്കെ ഉണ്ട്. അപ്പോൾ ട്രാക്ക് റെക്കോർഡ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. അതൊരു ധാർമ്മിക വിഷയം കൂടിയാണ്. സ്വാഭാവികമായിട്ടും CPM-നേക്കാൾ DYFക്കൊക്കെ ആ ധാർമ്മികത കൂടുതൽ പറയാനുള്ള ഒരു ബാധ്യസ്ഥതയും ഉണ്ട്. വ്യവസായം അവിടെ നിൽക്കുമ്പോഴും ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ? അപർണ, ഇവിടെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു പോയതും ആ വാദങ്ങൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് വസന്ത് തെങ്ങുംപള്ളി ഒരു മറുപടിയും പറയുന്നില്ല. അദ്ദേഹം ഈ കവലപ്രസംഗം അദ്ദേഹം ഈ TV ചർച്ചയിൽ കൂടി നടത്തുകയാണ്. എന്തൊക്കെയാണ് പറയുന്നത്? ഇവിടെ ഗവൺമെൻറ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അസംബന്ധങ്ങളും അപവാദങ്ങളും കേരളത്തിൽ ഇങ്ങനെ പ്രചരിപ്പിച്ച് കേരളത്തിൻ്റെ വികസനം അട്ടിമറിക്കാൻ വേണ്ടി പ്രതിപക്ഷം ആരെ കൂട്ടുപിടിച്ച് ശ്രമം നടത്തിക്കഴിഞ്ഞാലും അതിനൊന്നും വഴങ്ങുന്ന പ്രശ്നമില്ല. ഗവൺമെന്റ് നയം വ്യക്തമാണ്.
ഇപ്പൊ ഇവിടെ എന്താണ്, ഇപ്പൊ ഇത് അനുവദിച്ചതിൽ എന്തെങ്കിലും ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? നിയമപരമായി കേരളം അംഗീകരിച്ച വ്യവസായ നയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോരായ്മകൾ അതിനകത്തുണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഉണ്ടയില്ലാത്ത വെടിവെക്കുകയാണ് ഇവിടെ. പിന്നെ ഇപ്പോഴെന്താ പറയുന്നത്? ഇപ്പം ഒടുവിൽ അദ്ദേഹം പറഞ്ഞത് ഈ കമ്പനിയുടെ ചില വിശ്വാസം സംബന്ധിച്ചാണ്. കേരളത്തിൽ ഒരു കമ്പനി വന്ന് സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ നിയമാവലിക്കനുസരിച്ച് അതിനപ്പുറത്ത് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇടപെടാൻ ആവശ്യമായിട്ടുള്ള ശേഷിക്ക് ഗവൺമെന്റ് ഉണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ കർണാടകയിലെ സ്പിരിറ്റ് രോഗിയെ സംരക്ഷിക്കാൻ വേണ്ടി പറയട്ടെ. അല്ല, നേരത്തെ എം കെ ഹരിദാസ് മഴവെള്ള സംഭരണി പ്രാവർത്തികമാകുന്നില്ലെങ്കിൽ 5-6 ബോർവെല്ല് വെച്ച് മഴവെള്ള സംഭരണി കാണിക്കാനാണല്ലോ നിങ്ങളെ ഉൾപ്പെടെ മന്ത്രി. ഉറപ്പല്ലേ അപർണ? അതാ ഞാൻ പറയുന്നത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി അധ്യക്ഷനായ കമ്മിറ്റി കിൻഫ്രയ്ക്ക് വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. എന്താ അതേക്കുറിച്ച് ആരും പറയാത്തത്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ച വെള്ളത്തിന്റെ ചെറിയ ശതമാനം വെള്ളം മാത്രമേ ഈ കമ്പനിക്ക് ആവശ്യമുള്ളൂ. ഇനി ആ വെള്ളം ഉപയോഗിക്കുന്നില്ല, ആ വെള്ളം ഉപയോഗിക്കേണ്ടി വരില്ല. ആ വെള്ളത്തിന് പകരം ആ വെള്ളം പൂർണ്ണമായി ഉപയോഗിക്കാതെ 5 ഏക്കർ സ്ഥലത്ത് മഴവെള്ള സംഭരണി ഉണ്ടാക്കുന്നു. മഴവെള്ള സംഭരണി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് തൊട്ടടുത്ത് അഹല്യ ക്യാമ്പസിന്റെ ഭാഗമായിട്ട് 6 ഏക്കറിൽ ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം അവിടെ സംഭരിക്കുന്നു എന്നത് നിങ്ങളെല്ലാം അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ വസന്ത് തെങ്ങുംപള്ളിക്കും വരാം ആ മഴവെള്ള സംഭരണി കാണാൻ. ഭൂഗർഭജലം നടത്തിക്കഴിഞ്ഞാൽ ജനങ്ങളാകെ ഇറങ്ങി വരും എന്നാണ്. പി കൃഷ്ണദാസ്, ബിജെപിയും കൂടെ പോയാൽ ഈ പ്രശ്നം തീരില്ലേ? ഈ കൺഫ്യൂഷൻ അങ്ങ് മാറില്ലേ? ഒരു ബോർവെലും കുഴിക്കില്ല എന്നാണ് സർക്കാർ, അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല എന്നാണ് ഡിവൈഎഫ്ഐയുടെ നേതാവ് പറയുന്നത്. ബിജെപിക്കും പോയി കാണാവുന്നതാണല്ലോ ഈ മഴവെള്ള സംഭരണി, അല്ലേ? അല്ല അപർണ, ഞാൻ അതാണ് എന്റെ ആദ്യത്തെ ടേണിൽ തന്നെ സൂചിപ്പിച്ചത്. ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം ജലത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായി എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം ഹരിയാനയിലെ കാര്യം അവിടെ വിടും, കേരളത്തിലെ കാര്യം പറയൂ. ഞാൻ എന്റെ ഭാഗം ഒന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അങ്ങ് പറഞ്ഞല്ലോ. ഞാനതുകൊണ്ട് ആദ്യം പറഞ്ഞത്, ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം പത്രക്കാരെ ഒന്നും കൊണ്ടുപോകണ്ട, സ്വയം പോയി പഞ്ചാബിലെ കമ്പനി എങ്ങനെ പൂട്ടിയെന്നത് അവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മതി. ഈ കമ്പനി പൂട്ടിയതിന്റെ കാരണങ്ങൾ എന്താണ് എന്നിട്ട് അവിടുത്തെ ജനങ്ങളോടൊന്ന് ചോദിച്ചിട്ട് അവരുടെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്ന് തെളിയിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രി ഒന്ന് കണ്ടിട്ട് എന്തുകൊണ്ടാണ് അത് അവിടെ പൂട്ടിപ്പോയത്, എങ്ങനെയാണ് ആ കമ്പനി അവിടെ പൂട്ടിച്ചത് എന്നുള്ളത് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മതി, നമുക്ക് മനസ്സിലാവുമല്ലോ. എന്നിട്ട് നമുക്ക് ആലോചിക്കാം പാലക്കാട് തുടങ്ങാൻ പോകുന്ന കമ്പനി പോകണമോ. താങ്കൾ എന്താണ് പറയുന്നത്? ഒരു ബോർവെല്ലും കുഴിക്കാൻ അങ്ങനെ ഒരു നിലപാടിലേക്ക് സർക്കാർ പോകില്ല എന്ന് സനോജ് പറയുന്നത്. വരാം സനോജ്, നമുക്ക് അവസാനിപ്പിക്കാം. ഒരു 30 സെക്കൻഡ് അപർണ, ഞാൻ എം കെ ഹരിദാസിൽ പോയിട്ട് വരാം സനോജ്. ഒരു 30 സെക്കൻഡ് എം കെ ഹരിദാസിലേക്ക് പോയിട്ട്. ശ്രീ എം കെ ഹരിദാസ്, താങ്കളുടെ ചോദ്യമായിരുന്നു, അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ വരാം സനോജിൽ അവസാനിപ്പിക്കാം. എം കെ ഹരിദാസ്, നോക്കൂ, ഇവര് മുൻപോട്ട് വെച്ചിട്ടുള്ളത് എന്താണ്? ഇവിടുത്തെ കർഷകരുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ചിലവാകാത്ത കാർഷികോൽപ്പന്നങ്ങൾ, കപ്പ, കാച്ചില്, അതുമാതിരി തന്നെ പൊപ്പക്കായ, പീച്ചിങ്ങ തുടങ്ങിയ സാധനങ്ങൾ ഈ ഫാക്ടറി ഇവിടെ വന്നാൽ, ഈ വ്യവസായം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെടുത്ത് അത് എത്തനോൾ ആക്കിയിട്ട് ഇവിടുത്തെ വാഹനങ്ങളിലെ ഇന്ധനത്തിന്റെ ലഭ്യത കൂട്ടും എന്നൊക്കെ പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ നെല്ല് ഉൽപ്പാദിപ്പിക്കൂ, നിങ്ങൾ അത് ഏറ്റെടുത്തിട്ട് നിങ്ങൾക്ക് സഹകരണ സംഘങ്ങൾ വഴി മാന്യമായ വില തരാമെന്ന് പറഞ്ഞ് ജനങ്ങൾ, ഇവിടുത്തെ കർഷകരെ പറ്റിച്ചൊരു സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. ആലപ്പുഴയിലെ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തതിലെ ഒരു നെൽകർഷകൻ, എന്ത് മറുപടിയാണ് ഇവർക്ക് പറയാനുള്ളത്? അതായത് ഇതിനു മുൻപുള്ള മുൻ നടപടികൾ ഈ വാഗ്ദാനത്തിൽ വിശ്വാസ്യത ഉണ്ടാക്കുന്നില്ല, അത്രേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അപർണ, ഒറ്റ കാര്യം കൂടി. 4200 കോടിയുടെ സ്പിരിറ്റ് കേരളത്തിലേക്ക് ഓരോ വർഷവും വരുന്നു. അതില് പ്രധാനമായിട്ടും കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നാണ് വരുന്നത്. കർണാടകയിലെ സ്പിരിറ്റ് കമ്പനിയുടെ മുതലാളി ആരാണ്? കർണാടകയിലെ വനിതാ ശിശു വികസന വകുപ്പിന്റെ മന്ത്രി, കോൺഗ്രസിന്റെ നേതാവ്, DK ശിവകുമാറിന്റെ ബന്ധു, അവിടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ കമ്പനി, മഹിളാ കോൺഗ്രസ് നേതാവിന്റെ കമ്പനി. അപ്പൊ എന്താണ് കർണാടകയിലെ കോൺഗ്രസുമായിട്ടുള്ള അവിഹിതമായ ബന്ധം, ഇവരുടെ അഴിമതി ബന്ധം? കോൺഗ്രസിനുണ്ട്.
യെസ് സനോജ്, കർണാടകയിലെ സനോജ് അത് സ്പിരിറ്റ് ലോബിയുടെ വ്യക്തമാണ്. സനോജ് പണത്തിന്റെ അത് വ്യക്തമാണ്. സമയപരിമിതി കൊണ്ടാണ് അന്യ സംസ്ഥാന സ്പിരിറ്റ് ലോബിയും കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധം വെച്ച് പ്രതിരോധിക്കും എന്ന് പറയുന്നിടത്ത് കോൺഗ്രസ് ഇത് ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ആരോപണം ശക്തമാക്കുക എന്നതുകൂടി കണ്ടറിയണം. അതേസമയം ഇത് ഇടതും വലതും ഒരുമിച്ച് കളിക്കുന്ന കളിയാണെന്ന് പറയുന്ന BJPക്ക് അതിർത്തി കടന്ന ശേഷം ഇതെങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? ശ്രീ MK ഹരിദാസ് പറഞ്ഞ പോലെ ജനങ്ങളുടെ വിഷയം ഇതൊന്നുമല്ല, അത് ജല ദൗർബല്യം അടക്കമുള്ള ജലചൂഷണം അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഇത് ഏത് തരത്തിലാണ് വരിക എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങൾ കൂടി കണ്ടറിയണമെങ്കിൽ സമയപരിമിതി കൊണ്ടാണ് ശ്രീ MK ഹരിദാസ്, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, വസന്ത് തെങ്ങുംപള്ളി ഒപ്പം VK സനോജ് ചർച്ചയിൽ ചേർന്നതിന് വളരെയധികം നന്ദി. പൂർണ്ണമാകുന്നു ഡിബേറ്റ്. നമസ്കാരം.